ഹലോ ഫ്രണ്ട്സ്, സ്മാർട്ട് സ്റ്റാർ പി എസ് സിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. 2024 പി എസ് സി കണ്ടക്ട് ചെയ്ത ലാസ്റ്റ് ഗ്രേഡ് സെർവൻസ് എക്സാമിൻ്റെ ഫസ്റ്റ് ഫേസിലുള്ള ക്വസ്റ്റ്യൻ പേപ്പറാണ് നമ്മളിന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. എക്സാം നടന്ന ഡേറ്റ് 2/11/2024 ക്വസ്റ്റ്യൻ പേപ്പർ കോഡ് 151/24. ഓരോ ക്വസ്റ്റ്യൻ്റെയും കണക്റ്റഡ് ഫാക്റ്റും കൂടെ ഉൾപ്പെടുത്തിയായിരിക്കും ഈ ക്ലാസ് മുന്നോട്ട് പോകുന്നത്. അപ്പോൾ ക്ലാസ്സിലേക്ക് കയറുന്നതിന് മുന്നേ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. നമുക്ക് ക്ലാസ്സിലേക്ക് കടക്കാം. ആദ്യത്തെ ക്വസ്റ്റ്യൻ, നീരജ് ചോപ്ര 2024 പാരീസ് ഒളിമ്പിക്സിൽ മെഡൽ നേടിയ ഇനം ഏതാണ്? ഓപ്ഷൻസ്: ടെന്നീസ്, ഗുസ്തി, ഷൂട്ടിംഗ്, ജാവലിൻ. നീരജ് ചോപ്ര 2024 പാരീസ് ഒളിമ്പിക്സിൽ മെഡൽ നേടിയ ഇനം ഏതാണ്? ആൻസർ: ജാവലിൻ. ഒളിമ്പിക്സ് അത്ലറ്റിക്സിൽ സ്വർണം നേടുന്ന ആദ്യ ഇന്ത്യൻ താരമാണ് നീരജ് ചോപ്ര. ഒളിമ്പിക്സ് അത്ലറ്റിക്സിൽ സ്വർണം നേടുന്ന ആദ്യ ഇന്ത്യൻ താരമാണ് നീരജ് ചോപ്ര. 2024 പാരീസ് ഒളിമ്പിക്സിൽ നീരജ് ചോപ്രയ്ക്ക് ജാവലിൻ ത്രോയിൽ വെള്ളി മെഡലാണ് ലഭിച്ചത്. ലോക അത്ലറ്റിക് ചാമ്പ്യൻഷിപ്പിൽ ജാവലിൻ ത്രോയിൽ സ്വർണം നേടുന്ന ആദ്യ ഏഷ്യക്കാരനും നീരജ് ചോപ്ര തന്നെയാണ്. അപ്പം നമ്മളിവിടെ പറഞ്ഞത് 2024 പാരീസ് ഒളിമ്പിക്സിൽ നീരജ് ചോപ്രയ്ക്ക് ജാവലിൻ ത്രോയിൽ വെള്ളി മെഡലാണ് ലഭിച്ചത്. ഇതിന് തൊട്ടു മുന്നേ നടന്ന, അതായത് 2020 ടോക്കിയോ ഒളിമ്പിക്സിൽ ജാവലിൻ ത്രോയിൽ നീരജ് ചോപ്ര സ്വർണ്ണ മെഡലാണ് നേടിയിരുന്നത്. ഒളിമ്പിക്സ് അത്ലറ്റിക്സിൽ സ്വർണം നേടുന്ന ആദ്യ ഇന്ത്യൻ താരം എന്നറിയപ്പെടുന്നത് നീരജ് ചോപ്രയാണ്. അപ്പോൾ നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. കേരളത്തിൻ്റെ പുതിയ ഹൈക്കോടതി ചീഫ് ജസ്റ്റിസ് ആരാണ്? ഓപ്ഷൻസ്: KG ബാലകൃഷ്ണൻ, A മുഹമ്മദ് മുഷ്താഖ്, നിതിൻ മധുകർ ജാംദർ, ആശിഷ് ജിതേന്ദ്ര ദേശായി. അപ്പം ക്വസ്റ്റ്യൻ: കേരളത്തിൻ്റെ പുതിയ ഹൈക്കോടതി ചീഫ് ജസ്റ്റിസ്. ആൻസർ: നിതിൻ മധുകർ ജാംദർ. കേരള ഹൈക്കോടതിയുടെ 39ാമത്തെ ചീഫ് ജസ്റ്റിസ് ആണ് നിതിൻ മധുകർ ജാംദർ. കേരള ഹൈക്കോടതിയുടെ ആദ്യത്തെ ചീഫ് ജസ്റ്റിസ് ചോദിച്ചാൽ ജസ്റ്റിസ് KT കോശിയാണ്. അതേപോലെ കേരള ഹൈക്കോടതിയിലെ നിലവിലെ സ്ഥിരം ജഡ്ജിമാരുടെ എണ്ണം 35 പേരാണ്. കേരള ഹൈക്കോടതിയിലെ നിലവിലെ സ്ഥിരം ജഡ്ജിമാരുടെ എണ്ണം 35 ആണ്. മൂന്നാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. എവിടെയാണ് ആനി ബസന്റ് ഹോം റൂൾ മൂവ്മെന്റ് തുടങ്ങിയത്? ആൻസർ: മദ്രാസ്. ആനി ബസന്റ് ഹോം റൂൾ മൂവ്മെന്റ് തുടങ്ങിയത് മദ്രാസിലാണ്. ഇന്ത്യൻ ദേശീയ പ്രസ്ഥാനത്തിന്റെ വന്ധ്യവയോധിക എന്നറിയപ്പെടുന്നത് ആനി ബസന്റിനെയാണ്. ഇന്ത്യൻ ദേശീയ പ്രസ്ഥാനത്തിന്റെ വന്ധ്യവയോധിക എന്നറിയപ്പെടുന്നത് ആനി ബസന്റിനെയാണ്. 1916 ആനി ബസന്റ് ചെന്നൈയിലെ അടയാറിൽ ഹോം റൂൾ പ്രസ്ഥാനം ആരംഭിച്ചത്. ഇന്ത്യൻ നവോത്ഥാനത്തിന്റെ മാതാവ് എന്നറിയപ്പെടുന്നതും ആനി ബസന്റ് തന്നെയാണ്. ഇന്ത്യൻ നവോത്ഥാനത്തിന്റെ മാതാവ് എന്നറിയപ്പെടുന്ന വനിത ആനി ബസന്റ് ആണ്. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ പ്രസിഡന്റ് ആകുന്ന ആദ്യത്തെ വനിതയും ആരാണ്? ആനി ബസന്റ് ആണ്. 1917 കൊൽക്കത്ത സമ്മേളനത്തിലാണ് ആനി ബസന്റ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ പ്രസിഡന്റ് ആകുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. നാലാമത്തെ ക്വസ്റ്റ്യൻ, 1913 തുടങ്ങിയ ഗദ്ദാർ മൂവ്മെന്റിന് നേതൃത്വം നൽകിയത് ആരായിരുന്നു? ആൻസർ: ലാല ഹർദയാൽ. 1913 തുടങ്ങിയതാണ് ഗദ്ദാർ മൂവ്മെന്റ്. അതിന് നേതൃത്വം നൽകിയത് ലാല ഹർദയാൽ. ഗദ്ദാർ പാർട്ടി രൂപീകരിക്കുന്നതിന് നേതൃത്വം നൽകിയ നേതാക്കളാണ് ലാല ഹർദയാൽ, താരക്നാഥ് ദാസ്, സോഹൻ സിംഗ് ബഗ്ന. ലാല ഹർദയാൽ, താരക്നാഥ് ദാസ്, സോഹൻ സിംഗ് ബഗ്ന എന്നിവരാണ് ഗദ്ദാർ പാർട്ടി രൂപീകരിക്കുന്നതിന് നേതൃത്വം നൽകിയത്. പസഫിക് കോസ്റ്റ് ഹിന്ദുസ്ഥാൻ അസോസിയേഷൻ എന്നറിയപ്പെടുന്ന പാർട്ടിയും ഗദ്ദാർ പാർട്ടി തന്നെയാണ്. ഗദ്ദാർ പാർട്ടി സ്ഥാപിച്ച വർഷം 1913. ഗദ്ദാർ പാർട്ടി സ്ഥാപിച്ചത് 1913 പസഫിക് കോസ്റ്റ് ഹിന്ദുസ്ഥാൻ അസോസിയേഷൻ എന്നറിയപ്പെടുന്നത് ഗദ്ദാർ പാർട്ടിയാണ്. ഗദ്ദാർ പാർട്ടിക്ക് നേതൃത്വം നൽകിയത് ലാല ഹർദയാൽ, താരക്നാഥ് ദാസ്, സോഹൻ സിംഗ് ബഗ്ന. അടുത്ത അഞ്ചാമത്തെ ക്വസ്റ്റ്യൻ, താഴെ പറയുന്നവയിൽ ബാലഗംഗാധര തിലകിന്റെ ജേണൽ ഏതാണ്? ഓപ്ഷൻസ്: ഇന്ത്യൻ ഒപ്പീനിയൻ, ഇന്ത്യൻ മിറർ, യങ് ഇന്ത്യ, മറാത്ത. ബാലഗംഗാധര തിലകിന്റെ ഒരു ജേണലാണ് മറാത്ത. അവിഭക്ത ഇന്ത്യയുടെ പിതാവ് എന്നറിയപ്പെടുന്നത് ബാലഗംഗാധര തിലക്. അവിഭക്ത ഇന്ത്യയുടെ പിതാവ് എന്നറിയപ്പെട്ടിരുന്നത് ബാലഗംഗാധര തിലകാണ്. 1916 ലക്നൗ ഉടമ്പടിയുടെ ശില്പി എന്നറിയപ്പെടുന്ന വ്യക്തി ബാലഗംഗാധര തിലകാണ്. 1916 ലക്നൗ ഉടമ്പടിയുടെ ശില്പി എന്നറിയപ്പെടുന്നത് ബാലഗംഗാധര തിലകാണ്. അതേപോലെ ബാലഗംഗാധര തിലകിന്റെ 2 പത്രങ്ങളാണ്, ഒന്ന് കേസരി, 2 മറാത്ത. കേസരി രചിച്ചത് മറാത്തി ഭാഷയിലും മറാത്ത രചിച്ചത് ഇംഗ്ലീഷ് ഭാഷയിലുമാണ്.
അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. 6ാമത്തെ ക്വസ്റ്റ്യൻ. 3 റൗണ്ട് ടേബിൾ കോൺഫറൻസിലും പങ്കെടുത്ത വ്യക്തി ആരാണ്? 3 വട്ടമേശ സമ്മേളനങ്ങളിലും പങ്കെടുത്ത വ്യക്തി ആരാണ്? അതാണ് ക്വസ്റ്റ്യൻ. ഓപ്ഷൻസ് വായിക്കാം. ഡോക്ടർ BR അംബേദ്കർ, ജവഹർലാൽ നെഹ്റു, മഹാത്മാഗാന്ധി, സുഭാഷ് ചന്ദ്രബോസ്. അപ്പോൾ 3 വട്ടമേശ സമ്മേളനങ്ങളിലും പങ്കെടുത്ത വ്യക്തിയാണ് ഡോക്ടർ BR അംബേദ്കർ. ലണ്ടനിൽ വെച്ചിട്ടാണ് വട്ടമേശ സമ്മേളനങ്ങൾ നടന്നിരുന്നത്. വട്ടമേശ സമ്മേളനം നടന്ന വർഷമാണ് 1930, 31, 32. 3 വട്ടമേശ സമ്മേളനങ്ങളാണ് നടന്നിരുന്നത്. 1930, 31, 32. സൈമൺ കമ്മീഷൻ മുന്നോട്ട് വെച്ച നിർദ്ദേശങ്ങളെക്കുറിച്ചും ഭരണഘടനാ പരിഷ്കാരങ്ങളെക്കുറിച്ചും ചർച്ച ചെയ്യാനാണ് ഈ കാലയളവിൽ ബ്രിട്ടീഷ് ഗവൺമെൻറ് വട്ടമേശ സമ്മേളനങ്ങൾ വിളിച്ചു ചേർത്തത്. കോൺഗ്രസിനെ പ്രതിനിധീകരിച്ച് ഗാന്ധിജി പങ്കെടുത്ത വട്ടമേശ സമ്മേളനം 2ാമത്തെ വട്ടമേശ സമ്മേളനത്തിലാണ് ഗാന്ധിജി പങ്കെടുത്തത്. അത് 1931 സെപ്റ്റംബർ 7-നായിരുന്നു. 3 വട്ടമേശ സമ്മേളനങ്ങളിലും പങ്കെടുത്ത ഒരേ ഒരു വനിതയാണ് ബീഗം ജഹനാര ഷാനവാസ്. അടുത്തത് 7ാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. ക്വിറ്റ് ഇന്ത്യ സമരകാലത്തെ ഇന്ത്യയിലെ വൈസ്രോയി ആരായിരുന്നു? ക്വിറ്റ് ഇന്ത്യ സമരകാലത്തെ ഇന്ത്യയിലെ വൈസ്രോയി ആരായിരുന്നു? ഓപ്ഷൻസ്: ലോർഡ് മൗണ്ട് ബാറ്റൺ, ലോർഡ് കാനിങ്, ലോർഡ് വേവൽ, ലോർഡ് ലില്ലിംഗ്ത്ഗോ. ക്വിറ്റ് ഇന്ത്യ സമരകാലത്തെ ഇന്ത്യയിലെ വൈസ്രോയിയാണ് ലോർഡ് ലില്ലിംഗ്ത്ഗോ. ലില്ലിംഗ്ത്ഗോ തന്നെയാണ് ഏറ്റവും കൂടുതൽ കാലം വൈസ്രോയിയായി ഭരണത്തിലുണ്ടായിരുന്നത്. 1936 മുതൽ 1943 വരെ ഇന്ത്യയിലെ വൈസ്രോയി ആയിരുന്നു ലില്ലിംഗ്ത്ഗോ പ്രഭു. ഇദ്ദേഹത്തിൻ്റെ കാലത്താണ് 1935 ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ആക്ട് നിലവിൽ വന്നത്. അപ്പം 1935 ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ആക്ട് നിലവിൽ വരുമ്പോൾ ഉണ്ടായിരുന്ന വൈസ്രോയിയാണ് ലില്ലിംഗ്ത്ഗോ. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. 8ാമത്തെ ക്വസ്റ്റ്യൻ ആണ്. PSC അംഗത്തെ പദവിയിൽ നിന്ന് നീക്കം ചെയ്യാനുള്ള അധികാരം ആർക്കാണ്? ഓപ്ഷൻസ്: ഗവർണർ, പ്രധാനമന്ത്രി, സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ്, ഡി രാഷ്ട്രപതി. PSC അംഗത്തെ പദവിയിൽ നിന്ന് നീക്കം ചെയ്യാനുള്ള അധികാരം ആർക്കാണ് എന്നാണ് ക്വസ്റ്റ്യൻ. ആൻസർ വരുന്നത് രാഷ്ട്രപതിയാണ്. അത് റിലേറ്റ് ചെയ്ത കുറച്ച് പോയിന്റ്സ് നോക്കാം. സംസ്ഥാന പബ്ലിക് സർവീസ് കമ്മീഷനിലെ അംഗങ്ങളെ നിയമിക്കുന്നത്, സ്റ്റേറ്റ് PSCയിലെ അംഗങ്ങളെ നിയമിക്കുന്നത് ഗവർണറാണ്. അംഗങ്ങളെ സസ്പെൻഡ് ചെയ്യാനുള്ള അധികാരം ഗവർണർക്ക് തന്നെയാണ്. സംസ്ഥാനത്തെ PSC കമ്മീഷനിലെ അംഗങ്ങളെ നിയമിക്കാനും അംഗങ്ങളെ സസ്പെൻഡ് ചെയ്യാനുമുള്ള അധികാരം ഗവർണർക്കാണ്. സംസ്ഥാന പബ്ലിക് സർവീസ് കമ്മീഷനുകൾ വാർഷിക റിപ്പോർട്ട് സമർപ്പിക്കേണ്ടത് ഗവർണർക്കാണ്. അതേപോലെ സംസ്ഥാന പബ്ലിക് സർവീസ് കമ്മീഷനിലെ അംഗങ്ങളുടെ എണ്ണം നിശ്ചയിക്കുന്നതും ഗവർണർ തന്നെയാണ്. അപ്പോൾ ഇവിടെ നമ്മൾ പറഞ്ഞത് എന്തൊക്കെയാണ്? PSC അംഗത്തെ പദവിയിൽ നിന്ന് നീക്കം ചെയ്യാനുള്ള അധികാരം രാഷ്ട്രപതിക്കാണ്. അത് സംസ്ഥാനത്തെ കേസിലാണെങ്കിൽ സംസ്ഥാനത്തെ PSC അംഗത്തെ പദവിയിൽ നിന്ന് നീക്കം ചെയ്യാനും അതേപോലെ PSC അംഗത്തെ അപ്പോയിൻറ്റ് ചെയ്യാനുമുള്ള അധികാരം ഗവർണർക്കാണ് സ്റ്റേറ്റിൻ്റെ കാര്യത്തിൽ. അടുത്തത് 9ാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. മൗലിക കടമകൾ ഇന്ത്യൻ ഭരണഘടന എവിടെ നിന്നാണ് കടം കൊണ്ടത്? ഫണ്ടമെൻ്റൽ ഡ്യൂട്ടീസ് ആണ് ചോദിക്കുന്നത്. ഫണ്ടമെൻ്റൽ ഡ്യൂട്ടീസ് ഇന്ത്യൻ ഭരണഘടന എടുത്തത് എവിടെ നിന്നാണ്? സോവിയറ്റ് യൂണിയൻ, റഷ്യയിൽ നിന്നാണ്. സോവിയറ്റ് യൂണിയനിൽ നിന്നാണ് ഫണ്ടമെൻ്റൽ ഡ്യൂട്ടീസ് ഇന്ത്യൻ ഭരണഘടന കടമെടുത്തത്. ഇനി കടമെടുത്ത രാജ്യങ്ങളും ആശയങ്ങളും നോക്കാം. രാഷ്ട്രപതി തെരഞ്ഞെടുപ്പ് എന്ന ആശയം കടമെടുത്തത് അയർലൻഡിൽ നിന്നാണ്. രാഷ്ട്രപതിയുടെ തെരഞ്ഞെടുപ്പ് അയർലൻഡിൽ നിന്ന്. ശക്തമായ കേന്ദ്രമുള്ള ഫെഡറേഷൻ കാനഡയിൽ നിന്ന്. നിയമവാഴ്ച ബ്രിട്ടനിൽ നിന്നാണ് കടമെടുത്തത്. ഭരണഘടനാ ഭേദഗതി ദക്ഷിണാഫ്രിക്കയിൽ നിന്നും. അടുത്തത് 10ാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. രാജ്യസഭ വൈസ് ചെയർമാൻ ആകേണ്ട പ്രായം എത്ര വയസ്സാണ്? 30 വയസ്സാണ്. രാജ്യസഭ വൈസ് ചെയർമാൻ ആകേണ്ട അല്ലെങ്കിൽ രാജ്യസഭ വൈസ് ചെയർമാൻ ആയി മത്സരിക്കാൻ വേണ്ട പ്രായമാണ് 30 വയസ്സ്. അത് റിലേറ്റഡ് ആയിട്ടുള്ള പോയിന്റ്സ് നോക്കാം. രാഷ്ട്രപതിയായി മത്സരിക്കാൻ വേണ്ട കുറഞ്ഞ പ്രായം 35 വയസ്സ്. രാഷ്ട്രപതിക്ക് 35 വയസ്സ്. ഉപരാഷ്ട്രപതി സ്ഥാനത്തേക്ക് മത്സരിക്കാൻ വേണ്ട കുറഞ്ഞ പ്രായം 35 വയസ്സ്. അതുപോലെ ഗവർണർ സ്ഥാനത്തേക്ക് മത്സരിക്കാൻ വേണ്ട കുറഞ്ഞ പ്രായം 35 വയസ്സ്. രാഷ്ട്രപതി, ഉപരാഷ്ട്രപതി, ഗവർണർ എന്നീ സ്ഥാനങ്ങളിലേക്ക് മത്സരിക്കാൻ വേണ്ട കുറഞ്ഞ പ്രായം 35 വയസ്സാണ്. രാജ്യസഭാ അംഗമായി മത്സരിക്കാൻ വേണ്ട കുറഞ്ഞ പ്രായം 30 വയസ്സ്. ലെജിസ്ലേറ്റീവ് കൗൺസിൽ അംഗത്തിന് 30 വയസ്സ്. അതുപോലെ ലോകസഭാ അംഗമായി മത്സരിക്കാൻ വേണ്ട കുറഞ്ഞ പ്രായം 25 വയസ്സ്. നിയമസഭാ അംഗമായി മത്സരിക്കാൻ വേണ്ട കുറഞ്ഞ പ്രായം 25 വയസ്സ്. പഞ്ചായത്തി രാജ് സ്ഥാപനങ്ങളിലെ അംഗങ്ങൾക്ക് മത്സരിക്കാൻ വേണ്ട കുറഞ്ഞ പ്രായമാണ് 21 വയസ്സ്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയാലോ. 11ാമത്തെ ക്വസ്റ്റ്യൻ. ഭരണഘടന ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയിൽ അംഗമല്ലാത്ത ആൾ ആരാണ്? ഓപ്ഷൻസ് വായിക്കാം.
ഡോക്ടർ BR അംബേദ്കർ, അല്ലാടി കൃഷ്ണസ്വാമി അയ്യർ, KM മുൻഷി, ഡോക്ടർ രാജേന്ദ്ര പ്രസാദ്. ഭരണഘടന ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയിൽ അംഗമല്ലാതിരുന്ന വ്യക്തിയാണ് ഡോക്ടർ രാജേന്ദ്ര പ്രസാദ്. ഭരണഘടന ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയിൽ 7 മെമ്പേഴ്സാണ് ഉണ്ടായിരുന്നത്. ഭരണഘടന ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റി, അതായത് ഭരണഘടന കരട് നിർമ്മാണ സമിതി നിലവിൽ വന്ന തീയതി 1947 ഓഗസ്റ്റ് 29 1947 ഓഗസ്റ്റ് 29 ഭരണഘടന കരട് നിർമ്മാണ സമിതി നിലവിൽ വന്നത്. 12ാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. മതസ്വാതന്ത്ര്യത്തിനുള്ള വ്യക്തിയുടെ അവകാശം സംരക്ഷിക്കുന്ന ഭരണഘടന ആർട്ടിക്കിൾ. ആൻസർ ആർട്ടിക്കിൾ 25. മതസ്വാതന്ത്ര്യത്തിനുള്ള വ്യക്തിയുടെ അവകാശം സംരക്ഷിക്കുന്ന ഭരണഘടന ആർട്ടിക്കിളാണ് ആർട്ടിക്കിൾ 25. 13ാമത്തെ ക്വസ്റ്റ്യൻ. രണ്ടാം ബർദോളി എന്നറിയപ്പെടുന്ന കേരളത്തിലെ പ്രദേശം ഏതാണ്? ആൻസർ പയ്യന്നൂർ. രണ്ടാം ബർദോളി എന്നറിയപ്പെടുന്ന കേരളത്തിലെ പ്രദേശമാണ് പയ്യന്നൂർ. കേരള ദണ്ഡി എന്നറിയപ്പെടുന്നത് പയ്യന്നൂരാണ്. കേരള ദണ്ഡി എന്നറിയപ്പെടുന്നത് പയ്യന്നൂരാണ്. ദേശീയ തലത്തിൽ ഗാന്ധിജി സംഘടിപ്പിച്ച ഉപ്പ് സത്യാഗ്രഹത്തിൻ്റെ ഭാഗമായി കേരളത്തിൽ നടന്ന ഉപ്പ് സത്യാഗ്രഹത്തിന് നേതൃത്വം നൽകിയത് കെ കേളപ്പൻ. കേരളത്തിൽ ഉപ്പ് സത്യാഗ്രഹത്തിന് നേതൃത്വം നൽകിയത് കെ കേളപ്പനാണ്. കെ കേളപ്പൻ്റെ നേതൃത്വത്തിൽ ഉപ്പ് സത്യാഗ്രഹം നടന്നത് പയ്യന്നൂരിലെ ഉളിയത്ത് കടവിലാണ്. സത്യാഗ്രഹം ആരംഭിച്ചത് 1930 ഏപ്രിൽ 23. കേരളത്തിലെ ഉപ്പ് സത്യാഗ്രഹത്തിൻ്റെ പൈലറ്റ് എന്നറിയപ്പെടുന്നത് മൊയ്യാരത്ത് ശങ്കരനാണ്. മൊയ്യാരത്ത് ശങ്കരനാണ് കേരളത്തിലെ ഉപ്പ് സത്യാഗ്രഹത്തിൻ്റെ പൈലറ്റ് എന്നറിയപ്പെടുന്നത്. അതുപോലെ ഒരു പോയിന്റ് കൂടെ പറയാം. കേരളത്തിലെ ഉപ്പ് സത്യാഗ്രഹ സ്മാരകം ഉളിയത്ത് കടവ്, പയ്യന്നൂർ. 14ാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. 1936 ക്ഷേത്രപ്രവേശന വിളംബരം നടത്തിയ തിരുവിതാംകൂർ രാജാവ് ആരായിരുന്നു? ആൻസർ ശ്രീ ചിത്തിര തിരുനാൾ ബാലരാമവർമ്മ. ശ്രീ ചിത്തിര തിരുനാൾ ബാലരാമവർമ്മ. ക്ഷേത്രപ്രവേശന വിളംബരം നടത്തിയപ്പോൾ തിരുവിതാംകൂർ ദിവാനായിരുന്ന വ്യക്തിയാണ് സർ CP രാമസ്വാമി അയ്യർ. അതുപോലെ ക്ഷേത്രപ്രവേശന വിളംബരത്തെ ആധുനിക കാലത്തെ രക്തരഹിതവും അക്രമരഹിതവുമായ വിപ്ലവം എന്ന് വിശേഷിപ്പിച്ചത് C രാജഗോപാലാചാരിയാണ്. ക്ഷേത്രപ്രവേശന വിളംബരം എഴുതി തയ്യാറാക്കിയ വ്യക്തി ഉള്ളൂർ S പരമേശ്വര അയ്യർ. ഒരൊറ്റ പോയിന്റൂടെ പറയാം. ശ്രീ ചിത്തിര തിരുനാൾ ബാലരാമവർമ്മ തിരുവിതാംകൂറിലെ എല്ലാ ക്ഷേത്രങ്ങളിലും സമസ്ത ഹിന്ദുക്കൾക്കും പ്രവേശനം നൽകിക്കൊണ്ട് ക്ഷേത്രപ്രവേശന വിളംബരം പുറപ്പെടുവിച്ച തീയതിയാണ് 1936 നവംബർ 12. ക്ഷേത്രപ്രവേശന വിളംബരം എഴുതി തയ്യാറാക്കിയ വ്യക്തിയാണ് ഉള്ളൂർ S പരമേശ്വര അയ്യർ. ഇനി 15ാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. ആരുടെ അഭ്യർത്ഥന മാനിച്ചുകൊണ്ടാണ് 1932 ഒക്ടോബർ 2 കെ കേളപ്പൻ ഗുരുവായൂർ സത്യാഗ്രഹം അവസാനിപ്പിച്ചത്? ആൻസർ ഗാന്ധിജി. ഗാന്ധിജിയുടെ അഭ്യർത്ഥന മാനിച്ചുകൊണ്ടാണ് 1932 ഒക്ടോബർ 2 കെ കേളപ്പൻ ഗുരുവായൂർ സത്യാഗ്രഹം അവസാനിപ്പിച്ചത്. എല്ലാ ഹിന്ദുക്കൾക്കും ക്ഷേത്രപ്രവേശനം വേണമെന്ന ആവശ്യവുമായാണ് KPCCയുടെ നേതൃത്വത്തിൽ ഗുരുവായൂർ സത്യാഗ്രഹം നടന്നത്. ഗുരുവായൂർ സത്യാഗ്രഹം നടന്ന തീയതിയാണ് 1931 നവംബർ 1. ഗുരുവായൂർ സത്യാഗ്രഹം 1931 നവംബർ 1. ഗുരുവായൂർ സത്യാഗ്രഹ കമ്മിറ്റിയുടെ സെക്രട്ടറി ആയിരുന്നു കെ കേളപ്പൻ. കെ കേളപ്പൻ നിരാഹാര സത്യാഗ്രഹം ആരംഭിച്ചത് സെപ്റ്റംബർ 21. 1932 സെപ്റ്റംബർ 21 കെ കേളപ്പൻ നിരാഹാര സത്യാഗ്രഹം ആരംഭിച്ചത്. ഗാന്ധിജിയുടെ ഇടപെടൽ മൂലം 1932 ഒക്ടോബർ 2 അദ്ദേഹം സത്യാഗ്രഹ സമരം പിൻവലിക്കുകയും ചെയ്തു. നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. 16ാമത്തെ ക്വസ്റ്റ്യൻ. രണ്ടാം ഈഴവ മെമ്മോറിയൽ എന്നറിയപ്പെട്ട 1900 ഈഴവ മെമ്മോറിയൽ സമർപ്പിക്കപ്പെട്ടത് ആർക്കാണ്? രണ്ടാം ഈഴവ മെമ്മോറിയൽ എന്നറിയപ്പെടുന്ന 1900 ഈഴവ മെമ്മോറിയൽ സമർപ്പിക്കപ്പെട്ടത് ആർക്കാണ്? ആൻസർ കേഴ്സൺ പ്രഭു. ഈഴവ മെമ്മോറിയലിന് നേതൃത്വം നൽകിയത് ഡോക്ടർ പൽപ്പു ആണ്. 2 ഈഴവ മെമ്മോറിയലാണ് സമർപ്പിക്കപ്പെട്ടത്. ഒന്നാമത്തെ ഈഴവ മെമ്മോറിയൽ തിരുവിതാംകൂർ രാജാവായിരുന്ന ശ്രീമൂലം തിരുനാളിനാണ് സമർപ്പിച്ചത്. വർഷം 1896 സെപ്റ്റംബർ 3. 1896 സെപ്റ്റംബർ 3 ഒന്നാം ഈഴവ മെമ്മോറിയൽ തിരുവിതാംകൂർ രാജാവായ ശ്രീമൂലം തിരുനാളിന് സമർപ്പിച്ചു. 13,176 പേരാണ് ഈ ഒന്നാം ഈഴവ മെമ്മോറിയൽ ഒപ്പുവെച്ചത്. രണ്ടാം ഈഴവ മെമ്മോറിയൽ 1900 അത് കേഴ്സൺ പ്രഭുവിനാണ് സമർപ്പിച്ചത്. ഈ 2 ഈഴവ മെമ്മോറിയലും പരാജയമായിരുന്നു. 17ാമത്തെ ക്വസ്റ്റ്യൻ. മൂലധനം മുഖപുര എന്ന പുസ്തകത്തിൻ്റെ രചയിതാവ് ആരാണ്? ഇത് PSC ഡിലീറ്റഡ് ക്വസ്റ്റ്യൻ ആണ്. അതിൽ പുസ്തകത്തിൻ്റെ പേര് തെറ്റായിട്ട് രേഖപ്പെടുത്തിയതിനാലാണ് ആ ക്വസ്റ്റ്യൻ ഡിലീറ്റ് ചെയ്യപ്പെട്ടത്. അപ്പോൾ അത് റിലേറ്റഡ് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ നോക്കാം. ബൂർഷ്വാസിയുടെ
തലയ്ക്കു നേരെ തൊടുത്തുവിട്ട ഏറ്റവും മാരകമായ വെടിയുണ്ട എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന മൂലധനം എന്ന കൃതിക്ക് EMS എഴുതിയ മുഖവുരയാണ് മൂലധനം ഒരു മുഖവുര. അപ്പം EMS ആണ് മൂലധനം ഒരു മുഖവുര എന്ന കൃതി രചിച്ചത്. ഐക്യ കേരളം എന്ന ആശയത്തെ പറ്റി പ്രതിപാദിക്കുന്ന EMSന്റെ കൃതിയാണ് 1.25 കോടി മലയാളികൾ. EMSന്റെ തൂലികാനാമമാണ് സുരേന്ദ്രൻ. 18ാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. താഴെ പറയുന്നവയിൽ ഇന്ത്യയുടെ സാമ്പത്തിക ആസൂത്രണവുമായി ബന്ധപ്പെട്ട് ശരിയല്ലാത്ത പ്രസ്താവന ഏത്? ക്വസ്റ്റ്യനിൽ വന്ന എറർ കാരണം ഈ ക്വസ്റ്റ്യനും ഡിലീറ്റഡ് ആണ്. നമുക്ക് ഏതായാലും ദേശീയ ആസൂത്രണ കമ്മീഷനെ പറ്റിയിട്ട് 2-3 പോയിന്റ്സ് നോക്കാം. ദേശീയ ആസൂത്രണ കമ്മീഷൻ നിലവിൽ വന്ന തീയതി 1950 മാർച്ച് 15-നാണ്. ദേശീയ ആസൂത്രണ കമ്മീഷന്റെ ആദ്യ അധ്യക്ഷൻ ജവഹർലാൽ നെഹ്റുവും അവസാന അധ്യക്ഷൻ നരേന്ദ്രമോദിയും ആയിരുന്നു. റഷ്യൻ മാതൃകയിലാണ് ഇന്ത്യയിൽ പഞ്ചവത്സര പദ്ധതികൾ ആവിഷ്കരിച്ചത്. ഒന്നാം പഞ്ചവത്സര പദ്ധതി കാർഷിക മേഖലയുടെ സമഗ്ര വികസനത്തിനാണ് ഊന്നൽ നൽകിയത്. ഒന്നാം പഞ്ചവത്സര പദ്ധതി കാലഘട്ടം 1951 തൊട്ട് 56 വരെയാണ്. ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയാലോ. 19ാമത്തെ ക്വസ്റ്റ്യൻ. ഐക്യരാഷ്ട്ര സംഘടനയുടെ ലോക സന്തോഷ സൂചികയിൽ ഇന്ത്യയുടെ സ്ഥാനം 126 ആണ്. എത്ര രാജ്യങ്ങളെയാണ് ഈ വിഷയത്തിൽ പഠന വിധേയമാക്കിയത്? ഇതും ഡിലീറ്റഡ് ക്വസ്റ്റ്യൻ തന്നെയാണ്. അടുത്തതായി 20ാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. നീതി ആയോഗിന്റെ 2023-24 സുസ്ഥിര വികസന ലക്ഷ്യങ്ങളുടെ റിപ്പോർട്ട് പ്രകാരം കേരളത്തോടൊപ്പം 1-ാം സ്ഥാനം പങ്കിട്ട സംസ്ഥാനം? ആൻസർ ഉത്തരാഖണ്ഡ്. നീതി ആയോഗിന്റെ 2023-24 സുസ്ഥിര വികസന ലക്ഷ്യങ്ങളുടെ റിപ്പോർട്ട് പ്രകാരം കേരളത്തോടൊപ്പം 1-ാം സ്ഥാനം പങ്കിട്ട സംസ്ഥാനമാണ് ചോദിച്ചത്. ആൻസർ ഉത്തരാഖണ്ഡ്. 21ാമത്തെ ക്വസ്റ്റ്യൻ. താഴെ പറയുന്ന പ്രസ്താവനകളിൽ മുഹമ്മദ് യൂനസിനെ സംബന്ധിക്കുന്ന ശരിയായ പ്രസ്താവനകൾ ഏത്? അതും ഡിലീറ്റഡ് ക്വസ്റ്റ്യൻ ആണ്. നമുക്ക് ഏതായാലും മുഹമ്മദ് യൂനസിനെ കുറിച്ചുള്ള 2-3 പോയിന്റ്സ് നോക്കാം. മൈക്രോ ഫിനാൻസിന്റെ ജനയിതാവ് എന്നറിയപ്പെടുന്നത് മുഹമ്മദ് യൂനസ്. മൈക്രോ ഫിനാൻസിന്റെ ജനയിതാവ് എന്നറിയപ്പെടുന്നത് മുഹമ്മദ് യൂനസ്. ഗ്രാമീണ ബാങ്കുകളുടെ ശില്പി എന്നറിയപ്പെടുന്ന വ്യക്തിയാണ് മുഹമ്മദ് യൂനസ്. ഗ്രാമീണ ബാങ്കുകളുടെ ശില്പി എന്നറിയപ്പെടുന്ന വ്യക്തി മുഹമ്മദ് യൂനസ്. നിലവിൽ ബംഗ്ലാദേശിന്റെ ഇടക്കാല സർക്കാരിന്റെ തലവനാണ് മുഹമ്മദ് യൂനസ്. ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. 22ാമത്തെ ക്വസ്റ്റ്യൻ. സെബിയുടെ പൂർണ്ണ രൂപം എന്ത്? SEBI. സെബിയുടെ പൂർണ്ണ രൂപം എന്ത്? ആൻസർ സെക്യൂരിറ്റീസ് ആൻഡ് എക്സ്ചേഞ്ച് ബോർഡ് ഓഫ് ഇന്ത്യ. സെബിയുടെ പൂർണ്ണ രൂപമാണ് സെക്യൂരിറ്റീസ് ആൻഡ് എക്സ്ചേഞ്ച് ബോർഡ് ഓഫ് ഇന്ത്യ. GS പട്ടേൽ കമ്മിറ്റിയുടെ ശുപാർശ പ്രകാരമാണ് സെബി നിലവിൽ വന്നത്. GS പട്ടേൽ കമ്മിറ്റിയുടെ ശുപാർശ പ്രകാരം നിലവിൽ വന്നതാണ് സെബി. സെബിയുടെ പ്രധാന ലക്ഷ്യം എന്ന് പറയുന്നത് ഇന്ത്യയിലെ സ്റ്റോക്ക് മാർക്കറ്റുകളെ നിയന്ത്രിക്കുന്നതിനും സഹായിക്കുന്നതിനും വേണ്ടിയാണ് സെബി സ്ഥാപിതമായത്. സെബിയുടെ ചെയർപേഴ്സൺ പദവിയിലെത്തിയ ആദ്യ വനിതയാണ് മാധവി പുരി ബുച്ച്. ഇനി 23ാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. പാരീസ് ഒളിമ്പിക്സിൽ അമേരിക്കയും ചൈനയും നേടിയ സ്വർണ്ണ മെഡലുകളുടെ എണ്ണമാണ് 40. പാരീസ് ഒളിമ്പിക്സിൽ അമേരിക്കയും ചൈനയും നേടിയ സ്വർണ്ണ മെഡലുകളുടെ എണ്ണം 40 ആണ്. പാരീസ് ഒളിമ്പിക്സിനെ പറ്റി 2-3 കാര്യങ്ങൾ നോക്കാം. പാരീസ് ഒളിമ്പിക്സ് 2024-ലാണ്. പാരീസ് ഒളിമ്പിക്സിലെ ആദ്യ സ്വർണ്ണ മെഡൽ കരസ്ഥമാക്കിയ രാജ്യമാണ് ചൈന. പാരീസ് ഒളിമ്പിക്സിൽ ഇന്ത്യയുടെ സ്ഥാനം 71-ാം സ്ഥാനമാണ്. ഇന്ത്യ 6 മെഡലുകൾ കരസ്ഥമാക്കിയിട്ടുണ്ട്. അടുത്തത് 24ാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. അഗ്നി, സൂര്യ, ഇന്ത്യൻ പ്രതിരോധത്തിന്റെ ഭാഗമായ ഈ പേരുകൾ താഴെ പറയുന്നവയിൽ ഏതുമായി ബന്ധപ്പെട്ടതാണ്? ഓപ്ഷൻസ്: വിമാന വാഹിനി കപ്പൽ, B അന്തർവാഹിനി കപ്പൽ, C യുദ്ധവിമാനം, D മിസൈൽ. അഗ്നി, സൂര്യ എന്നിവ മിസൈലുകളാണ്. ഇന്ത്യയുടെ മധ്യദൂര ഭൂഖണ്ഡാന്തര ഭൂതല മിസൈലാണ് അഗ്നി. 1989-ലാണ് അഗ്നി 1 വിക്ഷേപിച്ചത്. നിർമ്മാണത്തിലിരിക്കുന്ന ഇന്ത്യയുടെ ഭൂഖണ്ഡാന്തര ബാലിസ്റ്റിക് മിസൈലാണ് സൂര്യ. അടുത്ത 25ാമത്തെ ക്വസ്റ്റ്യൻ. ഉപദ്വീപീയ പീഠഭൂമിയെ സംബന്ധിച്ച തെറ്റായ പ്രസ്താവന ഏത്? ഓപ്ഷൻസ് വായിക്കാം. ഓപ്ഷൻ 1 ഉയരം കൂടിയ ഭാഗം മഹാബലേശ്വർ. ഓപ്ഷൻ 2 ഇതിൻ്റെ ഭാഗമാണ് ഡെക്കാൻ പീഠഭൂമി. 3 വിന്ധ്യ സത്പുര, ആരവല്ലി, പശ്ചിമഘട്ടം, പൂർവ്വഘട്ടം എന്നിവ ഇതിൻ്റെ ഭാഗമാണ്. ക്വസ്റ്റ്യൻ എന്തായിരുന്നു? ഉപദ്വീപീയ പീഠഭൂമിയെ സംബന്ധിച്ച തെറ്റായ പ്രസ്താവന എന്താണ്? അപ്പോൾ തന്ന ഓപ്ഷൻസിൽ ഒന്നും തെറ്റല്ല. അതുകൊണ്ട് ഓപ്ഷൻ D ആണ് ഇവയൊന്നുമല്ല എന്ന ആൻസറാണ് വരുന്നത്. ഇനി ഇന്ത്യൻ ഉപദ്വീപീയ പീഠഭൂമിയെ പറ്റി നോക്കാം. ഇന്ത്യൻ ഭൂപ്രകൃതിയിലെ ഏറ്റവും വിസ്തൃതമായ പ്രദേശമാണ് ഉപദ്വീപീയ പീഠഭൂമി. ഇന്ത്യൻ ഭൂപ്രകൃതിയിലെ ഏറ്റവും വിസ്തൃതമായ പ്രദേശമാണ് ഉപദ്വീപീയ പീഠഭൂമി.
ത്രികോണാകൃതിയിലാണ് ഉപദ്വീപീയ പീഠഭൂമി കാണപ്പെടുന്നത്. ഉപദ്വീപീയ പീഠഭൂമിയുടെ ആകൃതി ചോദിച്ചാൽ ക്രമരഹിതമായ ത്രികോണ ആകൃതിയാണ്. ഉപദ്വീപീയ പീഠഭൂമിയുടെ ഉയരം പടിഞ്ഞാറ് നിന്ന് കിഴക്കോട്ട് പോകുന്തോറും കുറഞ്ഞു വരിക ചെയ്യുക. ഉപദ്വീപീയ പീഠഭൂമിയുടെ ഉയരം പടിഞ്ഞാറ് നിന്ന് കിഴക്കോട്ട് പോകുന്തോറും കുറയുന്നു. ഉപദ്വീപീയ പീഠഭൂമിയുടെ ഭാഗമായി കാണപ്പെടുന്ന പ്രധാന ഭൂരൂപങ്ങൾ ഏതൊക്കെയാണ്? ടോറുകൾ, ഗണ്ഡപർവ്വതങ്ങൾ, ഭ്രംശ താഴ്വരകൾ, ചെങ്കുത്തു പ്രദേശങ്ങൾ, മൊട്ടക്കുന്നുകൾ, ചുമർ സമാന ക്വാർട്സൈറ്റ് ഡൈക്കുകൾ. ഇതൊക്കെയാണ് ഉപദ്വീപീയ പീഠഭൂമിയുടെ ഭാഗങ്ങളായി വരുന്ന പ്രധാന ഭൂരൂപങ്ങൾ. അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയാലോ. ക്വസ്റ്റ്യൻ നമ്പർ 26. ഇന്ത്യയിലെ സംസ്ഥാനങ്ങളെ സംബന്ധിച്ച് ശരിയല്ലാത്ത ജോഡി ഏത്? ശരിയല്ലാത്തതാണ് ചോദിക്കുന്നത്. ശരിയല്ലാത്ത ജോഡി ഏത്? ഓപ്ഷൻസ് വായിക്കാം. ഓപ്ഷൻ എ ആന്ധ്രാപ്രദേശ്, ഹൈദരാബാദ്. ഓപ്ഷൻ ബി ഉത്തരാഖണ്ഡ്, ഡെറാഡൂൺ. ഓപ്ഷൻ സി ബീഹാർ, പാട്ന. ഓപ്ഷൻ ഡി മിസോറാം, ഐസ്വാൾ. ഇതിൽ ശരിയല്ലാത്ത ജോഡിയാണ് ചോദിച്ചത്. എല്ലാവർക്കും പെട്ടെന്ന് മനസ്സിലായല്ലോ. ഓപ്ഷൻ എ ആണ് ശരിയല്ലാത്തത്. ആന്ധ്രാപ്രദേശ്, ഹൈദരാബാദ് എന്നുള്ളത് തെറ്റാണ്. ആന്ധ്രാപ്രദേശിൻ്റെ തലസ്ഥാനം അമരാവതിയാണ്. ആന്ധ്രാപ്രദേശിൻ്റെ തലസ്ഥാനം അമരാവതി. ആന്ധ്രാപ്രദേശുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള കുറച്ച് പോയിന്റ്സ് നോക്കാം. ഇന്ത്യയുടെ കോഹിനൂർ എന്നറിയപ്പെടുന്നത് ആന്ധ്രാപ്രദേശ്. ഇന്ത്യയുടെ കോഹിനൂർ എന്നറിയപ്പെടുന്നത് ആന്ധ്രാപ്രദേശാണ്. ഭാഷാടിസ്ഥാനത്തിൽ ഇന്ത്യയിൽ രൂപം കൊണ്ട ആദ്യ സംസ്ഥാനമാണ് ആന്ധ്ര. ഭാഷാടിസ്ഥാനത്തിൽ ഇന്ത്യയിൽ രൂപം കൊണ്ട ആദ്യ സംസ്ഥാനം ആന്ധ്ര. 1953 ഒക്ടോബർ 1 ആന്ധ്ര എന്ന സംസ്ഥാനം രൂപീകൃതമായത്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. 27ാമത്തെ ക്വസ്റ്റ്യനാണ്. ഇന്ത്യയെ സംബന്ധിച്ച് ശരിയായ പ്രസ്താവന ഏതെല്ലാം? ശരിയായ പ്രസ്താവനയാണ് ചോദിച്ചത്. ഓപ്ഷൻസ് വായിക്കാം. ലോകരാജ്യങ്ങളിൽ വലുപ്പത്തിൽ ഇന്ത്യയുടെ സ്ഥാനം 7 ആണ്. രണ്ടാമത്തെ ഓപ്ഷൻ ഇന്ത്യയിൽ 29 സംസ്ഥാനങ്ങളും 6 കേന്ദ്രഭരണ പ്രദേശങ്ങളുമാണ് നിലവിലുള്ളത്. 3 ഇന്ത്യയുടെ ഹൃദയം എന്നറിയപ്പെടുന്ന സംസ്ഥാനം മധ്യപ്രദേശാണ്. ഇതിൽ ശരിയായത് ഏതൊക്കെയാണ്? 1ഉം 3ഉം ആണ് ശരി. ലോകരാജ്യങ്ങളിൽ വലുപ്പത്തിൽ ഇന്ത്യയുടെ സ്ഥാനം 7, അത് ശരിയാണ്. ഇന്ത്യയുടെ ഹൃദയം എന്നറിയപ്പെടുന്ന സംസ്ഥാനം മധ്യപ്രദേശാണ്. 1ഉം 3ഉം ശരിയാണ്. അപ്പോൾ തെറ്റ് ഏതാ വന്നത്? ഇന്ത്യയിൽ 29 സംസ്ഥാനങ്ങൾ എന്നാണ് പറഞ്ഞത്. ഇന്ത്യയിൽ നിലവിൽ 28 സംസ്ഥാനങ്ങളും 8 കേന്ദ്രഭരണ പ്രദേശങ്ങളാണ് ഉള്ളത്. ഇന്ത്യയിൽ നിലവിൽ 28 സംസ്ഥാനങ്ങളും 8 കേന്ദ്രഭരണ പ്രദേശങ്ങളുമാണ് നിലവിലുള്ളത്. ഇന്ത്യൻ ഭൂവിസ്തൃതി ലോക ഭൂവിസ്തൃതിയുടെ 2.42%. ഇന്ത്യയുടെ കരഭാഗത്തെ മാത്രം സമുദ്രതീര ദൈർഘ്യം ചോദിച്ചാൽ 6100 ഇന്ത്യയുടെ സമുദ്രതീര ദൈർഘ്യം 7516 കിലോമീറ്റർ. അതെന്ന് പറയുന്ന ആൻഡമാൻ, നിക്കോബാർ, ലക്ഷദ്വീപ് എന്നിവയുടെ സമുദ്രതീരം കൂടെ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള കണക്കാണ് ഇത് പറഞ്ഞത്. ഇനി 28ാമത്തെ ക്വസ്റ്റ്യൻ. ഉത്തരപർവ്വത മേഖലയെ സംബന്ധിച്ച് തെറ്റായ പ്രസ്താവന ഏത്? ഇതിലും തെറ്റായ പ്രസ്താവനയാണ് ചോദിച്ചത്. ഓപ്ഷൻസ് നോക്കാം. ഒന്നാമത്തെ ഓപ്ഷൻ ഉത്തരപർവ്വത മേഖലയിൽ സ്ഥിതി ചെയ്യുന്ന പർവ്വതനിരകളുടെ അടിസ്ഥാനത്തിൽ ട്രാൻസ് ഹിമാലയം, ഹിമാലയം, പൂർവാചൽ എന്നിങ്ങനെ തിരിച്ചിരിക്കുന്നു. 2 ഭൂമിശാസ്ത്രപരമായ പ്രത്യേകതകളുടെ അടിസ്ഥാനത്തിൽ ഹിമാലയൻ നിരകളെ സിവാലിക്, ഹിമാചൽ, ഹിമാദ്രി എന്നിങ്ങനെ തിരിച്ചിരിക്കുന്നു. 3 എവറസ്റ്റ് പോലുള്ള വമ്പൻ പർവ്വതങ്ങൾ സ്ഥിതി ചെയ്യുന്നത് സിവാലിക്കിലാണ്. 4 നാഗ, ഗാസി, ഗാരോ കുന്നുകൾ പൂർവാചലിൽ സ്ഥിതി ചെയ്യുന്നു. ഇതിൽ തെറ്റായതാണ് ചോദിച്ചിരിക്കുന്നത്. ഇതിൽ തെറ്റായ ഓപ്ഷൻ സി ആണ്. 3 ആണ് തെറ്റ്. 3 ഏതാ വരുന്നത്? എവറസ്റ്റ് പോലുള്ള വമ്പൻ പർവ്വതങ്ങൾ സ്ഥിതി ചെയ്യുന്നത് സിവാലിക്കിലാണ്. അത് തെറ്റാണ്. ഉത്തരപർവ്വത മേഖലയുമായി ബന്ധപ്പെട്ടിട്ടുള്ള കുറച്ച് പോയിന്റ്സ് നോക്കാം. ഇന്ത്യയുടെ വടക്ക് സ്ഥിതി ചെയ്യുന്ന പർവ്വത നിരയാണ് ഉത്തരപർവ്വത മേഖല. കാറക്കോറം, ലഡാക്ക്, സസ്കർ എന്നീ പർവ്വതനിരകൾ ഉൾപ്പെട്ടിരിക്കുന്ന ഉത്തരപർവ്വത മേഖല അറിയപ്പെടുന്നത് ട്രാൻസ് ഹിമാലയ എന്നാണ്. കാറക്കോറം, ലഡാക്ക്, സസ്കർ എന്നീ പർവ്വതനിരകൾ ഉൾപ്പെട്ടിരിക്കുന്നത് ട്രാൻസ് ഹിമാലയത്തിലാണ്. ഇന്ത്യയിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടിയായ മൗണ്ട് കേറ്റു സ്ഥിതി ചെയ്യുന്നത് കാറക്കോറം പർവ്വതനിരകളിലാണ്. ഹിമാലയത്തിലെ ഏറ്റവും ഉയരം കൂടിയ പർവ്വതനിര ഹിമാദ്രിയാണ്. 6000 മീറ്ററാണ്. എവറസ്റ്റ്, കാഞ്ചൻജംഗ, നംഗപർവ്വതം, നന്ദാദേവി തുടങ്ങിയ കൊടുമുടികൾ സ്ഥിതി ചെയ്യുന്ന ഉത്തരപർവ്വത മേഖല ഹിമാദ്രിയാണ്. നമുക്ക് ക്വസ്റ്റ്യനിൽ തന്നത് എവറസ്റ്റ് സ്ഥിതി ചെയ്യുന്ന സിവാലിക്കാണ്. അത് തെറ്റാണ്. എവറസ്റ്റ് അതേപോലെ ഉയരമുള്ള പർവ്വതങ്ങളൊക്കെ കാണപ്പെടുന്നത് ഹിമാദ്രിയിലാണ്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. 29ാമത്തെ ക്വസ്റ്റ്യൻ. പാകിസ്ഥാനുമായി അതിർത്തി പങ്കിടുന്ന ഇന്ത്യൻ സംസ്ഥാനങ്ങളിൽ ഉൾപ്പെടാത്തത്. ഓപ്ഷൻസ് രാജസ്ഥാൻ, പഞ്ചാബ്, ഹരിയാന, ഗുജറാത്ത്. പാകിസ്ഥാനുമായി അതിർത്തി പങ്കിടുന്ന ഇന്ത്യൻ സംസ്ഥാനങ്ങളിൽ ഉൾപ്പെടാത്തത് ഹരിയാനയാണ്. പാകിസ്ഥാനുമായി അതിർത്തി പങ്കിടുന്ന ഇന്ത്യൻ സംസ്ഥാനങ്ങൾ ഏതൊക്കെയാണ്? ഗുജറാത്ത്, രാജസ്ഥാൻ, പഞ്ചാബ്. പാകിസ്ഥാനുമായി അതിർത്തി പങ്കിടുന്ന ഇന്ത്യയിലെ കേന്ദ്രഭരണ പ്രദേശങ്ങളാണ് ലഡാക്ക് ആൻഡ് ജമ്മു ആൻഡ് കാശ്മീർ.
പാകിസ്ഥാനുമായി ഏറ്റവും കൂടുതൽ അതിർത്തി പങ്കിടുന്ന ഇന്ത്യൻ സംസ്ഥാനം ചോദിച്ചാൽ രാജസ്ഥാനാണ്. ഇന്ത്യയും പാകിസ്ഥാനെ വേർതിരിക്കുന്ന അതിർത്തി രേഖയാണ് റാഡ്ക്ലിഫ് രേഖ. ഇനി 30ാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. കേരളത്തിലെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളെ സംബന്ധിച്ച് തെറ്റായ പ്രസ്താവന ഏത്? ഓപ്ഷൻസ് വായിക്കുന്നു. ഓപ്ഷൻ 1, കേരളത്തിൽ 941 ഗ്രാമപഞ്ചായത്തുകളുണ്ട്, 87 മുനിസിപ്പാലിറ്റികളും 6 മുനിസിപ്പൽ കോർപ്പറേഷനുകളുമുണ്ട്. അർദ്ധനഗര പ്രദേശങ്ങളിൽ ഭരണം നടത്തുന്നത് നഗര പഞ്ചായത്തുകളാണ്. നിരവധി ഗ്രാമപഞ്ചായത്തുകൾ ചേർന്നതാണ് വാർഡ് പഞ്ചായത്ത്. ഇതിൽ തെറ്റ് ഏതാണെന്ന് ചോദിച്ചു. ഓപ്ഷൻ ഡി 4ാമത് പറഞ്ഞതാണ് തെറ്റ്. നിരവധി ഗ്രാമപഞ്ചായത്തുകൾ ചേർന്നതാണ് വാർഡ് പഞ്ചായത്ത് എന്ന് പറയുന്നത് തെറ്റാണ്. നിരവധി വാർഡുകൾ ചേർന്നതാണ് ഒരു ഗ്രാമപഞ്ചായത്ത്. നിരവധി വാർഡുകൾ ചേർന്നാണ് ഒരു ഗ്രാമപഞ്ചായത്ത് ഉണ്ടാകുന്നത്. ഇനി അടുത്ത കുറച്ച് പോയിന്റ്സ് നോക്കാം. ത്രിതല പഞ്ചായത്തി രാജ് ഘടനയുടെ അടിത്തറ ഗ്രാമപഞ്ചായത്താണ്. ത്രിതല പഞ്ചായത്തി രാജ് ഘടനയുടെ അടിത്തറ ഗ്രാമപഞ്ചായത്താണ്. കേരളത്തിലെ ഏറ്റവും വിസ്തൃതി കൂടിയ ഗ്രാമപഞ്ചായത്താണ് കുമളി, ഇടുക്കി. കേരളത്തിലെ ഏറ്റവും വിസ്തൃതി കുറഞ്ഞ ഗ്രാമപഞ്ചായത്ത് വളപട്ടണം. കേരളത്തിലെ ഏറ്റവും വിസ്തൃതി കൂടിയ ഗ്രാമപഞ്ചായത്ത് കുമളിയും കേരളത്തിലെ ഏറ്റവും വിസ്തൃതി കുറഞ്ഞ ഗ്രാമപഞ്ചായത്ത് വളപട്ടണമാണ്. ഇനി 31ാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. കേരളത്തിൻ്റെ സമുദ്രതീരം സംബന്ധിച്ച പ്രസ്താവനകളിൽ ശരിയായത് ഏത്? ശരിയാണ് ചോദിച്ചത്. ഓപ്ഷൻസ് നോക്കാം. കേരളത്തിൻ്റെ കടൽ തീരം 590 കിലോമീറ്റർ വ്യാപിച്ചു കിടക്കുന്നു. 2, നിലവിൽ സംസ്ഥാനത്ത് 222 കടലോര മത്സ്യ ഗ്രാമങ്ങളുണ്ട്. 3, മത്സ്യമേഖലയുടെ ഉന്നമനത്തിനായി പ്രവർത്തിക്കുന്ന ഒരു ഏജൻസിയാണ് കേരള ജലകൃഷി വികസന ഏജൻസി, അഡാക്ക് എന്ന് പറയും. അപ്പം അതിൽ ശരിയായത് ഏതൊക്കെയാണെന്നാണ് ക്വസ്റ്റ്യൻ. ആൻസർ എല്ലാം ശരിയാണ്. തന്ന ഓപ്ഷൻസ് എല്ലാം ശരിയാണ്. അപ്പോൾ നമുക്ക് ഇതുമായിട്ട് ബന്ധപ്പെട്ട കുറച്ച് പോയിന്റ്സ് നോക്കാം. കേരളത്തിൻ്റെ ആകെ സമുദ്രതീര ദൈർഘ്യം ചോദിച്ചാൽ 580 കിലോമീറ്ററാണ്. സംസ്ഥാന ഫിഷറീസ് വകുപ്പിൻ്റെ റിപ്പോർട്ട് പ്രകാരം 590 കിലോമീറ്ററാണ്. 580ഉം 590ഉം ഒക്കെ ആൻസറായിട്ട് വരുന്നതാണ്. മത്സ്യമേഖലയുടെ ഉന്നമനത്തിനായി പ്രവർത്തിക്കുന്ന ഒരു ഏജൻസിയാണ് അഡാക്ക് എന്ന് പറയുന്നത്. അഡാക്കിൻ്റെ ഫുൾ ഫോം ഏജൻസി ഫോർ ഡെവലപ്മെൻറ്റ് ഓഫ് അക്വാകൾച്ചർ. അഡാക്ക് സ്ഥാപിതമായ വർഷം 1989 മെയ് 24. 1989 മെയ് 24 അഡാക്ക് സ്ഥാപിതമായത്. ഏജൻസി ഫോർ ഡെവലപ്മെൻറ്റ് ഓഫ് അക്വാകൾച്ചർ എന്നാണ് അഡാക്കിൻ്റെ ഫുൾ ഫോം. കേരളത്തിലെ മത്സ്യത്തൊഴിലാളി സഹകരണ സംഘങ്ങളുടെ അപ്പെക്സ് ഫെഡറേഷനാണ് മത്സ്യഫെഡ്. കേരളത്തിലെ മത്സ്യത്തൊഴിലാളി സഹകരണ സംഘങ്ങളുടെ അപ്പെക്സ് ഫെഡറേഷനാണ് മത്സ്യഫെഡ്. മത്സ്യഫെഡിൻ്റെ ആസ്ഥാനം തിരുവനന്തപുരമാണ്. 1984 രൂപീകൃതമായത്. മത്സ്യഫെഡിൻ്റെ ഉൽപ്പന്നമാണ് ന്യൂട്രി ഫിഷ്. മത്സ്യഫെഡിൻ്റെ ഉൽപ്പന്നം ന്യൂട്രി ഫിഷ്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. 32ാമത്തെ ക്വസ്റ്റ്യൻ. കേരളത്തിലെ വന്യജീവി സങ്കേതങ്ങളെയും ദേശീയോദ്യാനങ്ങളെയും സംബന്ധിച്ച വിവരങ്ങളാണ് ചുവടെ തന്നിരിക്കുന്നത്. അതിൽ ശരിയായ ജോഡി ഏതൊക്കെയാണ്? ഒന്നാമത്തത് മതികെട്ടാൻ ചോല വയനാട്, പാമ്പാടും ചോല ഇടുക്കി, ആറളം വന്യജീവി സങ്കേതം കണ്ണൂർ, കരിമ്പുഴ വന്യജീവി സങ്കേതം കൊല്ലം. ഇതിൽ ശരിയായതാണ് ചോദിച്ചത്. ശരിയായ ജോഡി 2ഉം 3ഉം ആണ്. പാമ്പാടും ചോല ഇടുക്കി, ആറളം വന്യജീവി സങ്കേതം കണ്ണൂരും. ഇത് രണ്ടുമാണ് ശരിയായിട്ടുള്ളത്. 1ഉം 4ഉം തെറ്റാണ്. മതികെട്ടാൻ ചോല സ്ഥിതി ചെയ്യുന്നത് വയനാട് എന്നാണ് ക്വസ്റ്റ്യനിൽ കൊടുത്തത്. അത് തെറ്റാണ്. മതികെട്ടാൻ ചോല ഇടുക്കിയിലാണ് സ്ഥിതി ചെയ്യുന്നത്. അതേപോലെ ആറളം വന്യജീവി സങ്കേതം കണ്ണൂർ, അത് ശരിയാണ്. കരിമ്പുഴ വന്യജീവി സങ്കേതം എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്? മലപ്പുറമാണ്. കരിമ്പുഴ വന്യജീവി സങ്കേതം സ്ഥിതി ചെയ്യുന്നത് മലപ്പുറമാണ്. ഇതുമായിട്ട് ബന്ധപ്പെട്ട കുറച്ച് റിലേറ്റഡ് ഫാക്ട്സ് നോക്കാം. കേരളത്തിൽ ദേശീയോദ്യാനങ്ങൾ 5 എണ്ണമാണുള്ളത്. ഇടുക്കി ജില്ലയിൽ 4 ദേശീയോദ്യാനങ്ങൾ സ്ഥിതി ചെയ്യുന്നുണ്ട്. ഒരെണ്ണം പാലക്കാടുമാണ്. പാലക്കാട് ജില്ലയിൽ സ്ഥിതി ചെയ്യുന്ന ദേശീയോദ്യാനമാണ് സൈലന്റ് വാലി. 1984 നിലവിൽ വന്നത്. ഇടുക്കിക്ക് പുറത്ത് സ്ഥിതി ചെയ്യുന്ന ദേശീയോദ്യാനം എന്ന് ചോദിച്ചാലും സൈലന്റ് വാലിയാണ്. 1984. ഇടുക്കി ജില്ലയിൽ സ്ഥിതി ചെയ്യുന്ന കേരളത്തിലെ ദേശീയോദ്യാനങ്ങളാണ് ഇരവികുളം. 1978 നിലവിൽ വന്നത്. മതികെട്ടാൻ ചോല 2003 നിലവിൽ വന്നു. ആനമുടി ചോല 2003, പാമ്പാടും ചോല 2003. ഇടുക്കി ജില്ലയിൽ സ്ഥിതി ചെയ്യുന്ന ദേശീയോദ്യാനങ്ങളാണ് ഇരവികുളം, മതികെട്ടാൻ ചോല, ആനമുടി ചോല, പാമ്പാടും ചോല. പാലക്കാട് ജില്ലയിൽ സ്ഥിതി ചെയ്യുന്നത് സൈലന്റ് വാലിയാണ്. ന്യൂ അമരമ്പലം എന്നറിയപ്പെടുന്ന കേരളത്തിലെ 18ാമത് വന്യജീവി സങ്കേതമാണ് കരിമ്പുഴ വന്യജീവി സങ്കേതം. മലപ്പുറത്താണ് സ്ഥിതി ചെയ്യുന്നത്. 2020 നിലവിൽ വന്നത്. കേരളത്തിലെ ഏറ്റവും വടക്കേറ്റത്തായി സ്ഥിതി ചെയ്യുന്ന വന്യജീവി സങ്കേതമാണ് ആറളം വന്യജീവി സങ്കേതം കണ്ണൂർ. 33ാമത്തെ ക്വസ്റ്റ്യൻ. കേരളത്തെ സംബന്ധിച്ച പ്രസ്താവനകളിൽ ശരിയായവ തിരഞ്ഞെടുക്കുക. ഓപ്ഷൻസ്: 1, മുഴുവൻ ഗ്രാമങ്ങളിലും ബാങ്കിംഗ് സേവനം ലഭ്യമാക്കിയ ഇന്ത്യയിലെ ആദ്യ സംസ്ഥാനം കേരളമാണ്. 2,
കായിക വിദ്യാഭ്യാസം പാഠ്യപദ്ധതിയിൽ ഉൾപ്പെടുത്തിയ ആദ്യ ഇന്ത്യൻ സംസ്ഥാനം. 3. ജനസാന്ദ്രത കൂടിയ ജില്ല മലപ്പുറമാണ്. ഇതിൽ ശരിയായ പ്രസ്താവനയാണ് ചോദിച്ചത്. ശരിയായ പ്രസ്താവന 1ഉം 2ഉം ശരിയാണ്. 1 ഏതാ പറയുന്നത്? മുഴുവൻ ഗ്രാമങ്ങളിലും ബാങ്കിംഗ് സേവനം ലഭ്യമാക്കിയ ഇന്ത്യയിലെ ആദ്യ സംസ്ഥാനമാണ് കേരളം. അത് ശരിയാണ്. കായിക വിദ്യാഭ്യാസം പാഠ്യപദ്ധതിയിൽ ഉൾപ്പെടുത്തിയ ആദ്യ ഇന്ത്യൻ സംസ്ഥാനം ചോദിച്ചാൽ അതും കേരളമാണ്. അപ്പോൾ അതിൽ തെറ്റ് വന്നത് ജനസാന്ദ്രത കൂടിയ ജില്ല മലപ്പുറം എന്ന് പറയുന്നത് തെറ്റാണ്. ജനസാന്ദ്രത കൂടിയ കേരളത്തിലെ ജില്ല തിരുവനന്തപുരമാണ്. കേരളത്തിലെ ജനസാന്ദ്രത കുറഞ്ഞ ജില്ല ഇടുക്കി. ഒരൊറ്റ പോയിന്റ് കൂടെ പറയാം. ദേശീയ ചുഴലിക്കാറ്റ് പ്രതിരോധ പദ്ധതിയുടെ ഭാഗമായി ഇന്ത്യയിൽ ആദ്യമായി മുന്നറിയിപ്പ് സംവിധാനം ഒരുക്കിയ സംസ്ഥാനം കേരളം തന്നെയാണ്. അടുത്ത ക്വസ്റ്റ്യൻ 34ാമത്തെ ക്വസ്റ്റ്യനാണ്. കേരളത്തിലെ വിവിധ വൈദ്യുത പദ്ധതികളെ സംബന്ധിച്ച പ്രസ്താവനകളിൽ ശരിയല്ലാത്തത് ഏത്? തെറ്റാണ് കണ്ടെത്തേണ്ടത്. ഓപ്ഷൻസ് വായിക്കാം. 1ാമത്തെ ഓപ്ഷൻ, കേരളത്തിൽ ജലവൈദ്യുത പദ്ധതികളാണ് കൂടുതലുള്ളത്. 2. കേരളത്തിലെ വിവിധ വൈദ്യുത സ്രോതസ്സുകളാണ് താപവൈദ്യുതി, ജലവൈദ്യുതി, കാറ്റ്, സൗരവൈദ്യുതി എന്നിവ. 3. തിരമാലയിൽ നിന്ന് വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്ന കേരളത്തിൻ്റെ പദ്ധതിയാണ് നീണ്ടകര. 4. പൂർണ്ണമായും വൈദ്യുതീകരിച്ച സംസ്ഥാനം എന്നറിയപ്പെടുന്നത് കേരളമാണ്. ഈ ക്വസ്റ്റ്യനിൽ ശരിയല്ലാത്ത പ്രസ്താവനയാണ് കണ്ടെത്താൻ പറഞ്ഞത്. ഓപ്ഷൻ സി 3 ശരിയല്ലാത്തത്. തിരമാലയിൽ നിന്ന് വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്ന കേരളത്തിലെ പദ്ധതിയാണ് നീണ്ടകര എന്ന് പറയുന്നു. അത് തെറ്റാണ്. ഇന്ത്യയിൽ ആദ്യമായി തിരമാലയിൽ നിന്നും വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്ന നിലയം സ്ഥാപിതമായത് തിരുവനന്തപുരത്തുള്ള വിഴിഞ്ഞത്താണ്. 2-3 പോയിന്റ്സ് കൂടി പറയാം. കേരളത്തിൽ ഏറ്റവും കൂടുതൽ ജലവൈദ്യുത പദ്ധതികൾ സ്ഥാപിച്ച നദിയാണ് പെരിയാർ. കേരളത്തിൽ പൂർണ്ണമായും സൗരോർജ്ജം ഉപയോഗിക്കുന്ന ആദ്യ ഗ്രാമപഞ്ചായത്ത് എന്ന് ചോദിച്ചാൽ പെരുമാട്ടി, പാലക്കാട്. 35ാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. കേരളത്തിലെ ജലാശയങ്ങളെ സംബന്ധിച്ച പ്രസ്താവനകളിൽ ശരിയായവ കണ്ടെത്തുക. ശരിയായതാണ് ചോദിച്ചത്. ഓപ്ഷൻസ് വായിക്കുന്നു. 1ാമത്തെ ഓപ്ഷൻ, അഷ്ടമുടി കായൽ കേരളത്തിലെ കായലുകളിലേക്കുള്ള കവാടം എന്നറിയപ്പെടുന്നു. 2. ഏറ്റവും വലിയ ശുദ്ധജല തടാകമാണ് ശാസ്താംകോട്ട. 3. വേമ്പനാട് കായൽ ആലപ്പുഴ, കോട്ടയം, എറണാകുളം ജില്ലകളിലായി വ്യാപിച്ചു കിടക്കുന്നു. ഈ ക്വസ്റ്റ്യനിൽ ശരിയായ പ്രസ്താവനയാണ് ചോദിച്ചത്. ഓപ്ഷൻ ഡി എല്ലാം ശരിയാണ്. തന്ന പ്രസ്താവനകളെല്ലാം ശരിയാണ്. കായലുകളുമായി ബന്ധപ്പെട്ട് കുറച്ച് റിലേറ്റഡ് ഫാക്ട്സ് നോക്കാം. കേരളത്തിലെ ഏറ്റവും വലുതും ഇന്ത്യയിലെ ഏറ്റവും നീളം കൂടിയതുമായ കായലാണ് വേമ്പനാട് കായൽ. കേരളത്തിലെ ഏറ്റവും വലുതും ഇന്ത്യയിലെ ഏറ്റവും നീളം കൂടിയതുമായ കായലാണ് വേമ്പനാട് കായൽ. വേമ്പനാട് കായലിലെ ഏറ്റവും വലിയ പ്രകൃതിദത്ത ദ്വീപാണ് പാതിരാമണൽ. കേരളത്തിലെ ഏറ്റവും വലിയ രണ്ടാമത്തെ കായൽ അഷ്ടമുടി കായലാണ്. കേരളത്തിലെ ഏറ്റവും വലിയ കായൽ വേമ്പനാട് കായലും കേരളത്തിലെ ഏറ്റവും വലിയ രണ്ടാമത്തെ കായൽ അഷ്ടമുടി കായലുമാണ്. ആശ്രാമം കായൽ എന്നറിയപ്പെടുന്ന കായലാണ് അഷ്ടമുടി കായൽ. കേരളത്തിലെ ഏറ്റവും ഉയരത്തിൽ സ്ഥിതി ചെയ്യുന്ന തടാകം പൂക്കോട് തടാകം. പൂക്കോട് തടാകം സ്ഥിതി ചെയ്യുന്നത് വയനാടാണ്. എഫ് ആകൃതിയിലുള്ള തടാകമാണ് ശാസ്താംകോട്ട തടാകം. എഫ് ആകൃതിയിൽ കാണപ്പെടുന്ന തടാകം ശാസ്താംകോട്ട കായൽ കൊല്ലത്താണ് സ്ഥിതി ചെയ്യുന്നത്. ഇനി അടുത്ത 36ാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. കേരളത്തിലെ നദികളെ സംബന്ധിച്ച് ശരിയായത് ഏത്? ഓപ്ഷൻസ്: പമ്പ കിഴക്കോട്ടൊഴുകുന്നു, പാമ്പാർ പടിഞ്ഞാറോട്ടൊഴുകുന്നു, കുന്തിപ്പുഴ പടിഞ്ഞാറോട്ടൊഴുകുന്നു, പെരിയാർ കിഴക്കോട്ടൊഴുകുന്നു. ഇതിൽ ശരിയായതാണ് ചോദിച്ചത്. സി ഓപ്ഷൻ 3 ശരിയായത്. കുന്തിപ്പുഴ പടിഞ്ഞാറോട്ടൊഴുകുന്നു. ഓപ്ഷൻ സി മാത്രമാണ് ശരി, ബാക്കിയെല്ലാം തെറ്റാണ്. കേരളത്തിലെ നദികളുമായിട്ടുള്ള കുറച്ച് പോയിന്റ്സ് നോക്കാം. കേരളത്തിൽ 44 നദികളാണുള്ളത്. അതിൽ 3 നദികൾ കിഴക്കോട്ടൊഴുകുകയും 41 നദികൾ പടിഞ്ഞാറോട്ടുമാണ് ഒഴുകുന്നത്. കിഴക്കോട്ടൊഴുകുന്ന നദികളാണ് കബനി, ഭവാനി, പാമ്പാർ. കേരളത്തിലെ ആദ്യത്തെ മൾട്ടി ഡിസിപ്ലിനറി ഉദ്ഖനന പ്രദേശമായ പട്ടണം എക്സ്കവേഷൻ നിലവിൽ വരുന്ന നദീതീരമാണ് പെരിയാർ. വില്യം ലോഗന്റെ മലബാർ മാനുവലിൽ പ്രതിപാദിച്ചിരുന്ന നദിയാണ് കോരപ്പുഴ. കോരപ്പുഴ കോഴിക്കോട് ജില്ലയിലൂടെ ഒഴുകുന്ന നദിയാണ് കോരപ്പുഴ. ഇനി 37ാമത്തെ ക്വസ്റ്റ്യനാണ്. സമുദ്രനിരപ്പിൽ നിന്നുള്ള ഉയരത്തെ അടിസ്ഥാനമാക്കി കേരളത്തിൻ്റെ ഭൂപ്രകൃതിയിൽ ഉൾപ്പെടുന്നത് ഏതെല്ലാം? ഓപ്ഷൻസ് വായിക്കാം. മലനാട്, ഇടനാട്, തീരപ്രദേശം, സമതല പ്രദേശം. അപ്പം ഇതിൽ കേരളത്തിൻ്റെ ഭൂപ്രകൃതിയിൽ ഉൾപ്പെടുന്നത് ഏതൊക്കെയാണ്? ആൻസർ മലനാട്, ഇടനാട്, തീരപ്രദേശം. കേരളത്തിൻ്റെ ഭൂപ്രകൃതി 3 തിരിക്കപ്പെട്ടത്. 1 മലനാട്, ഇടനാട്, തീരപ്രദേശം. സമുദ്രനിരപ്പിൽ നിന്ന് ഏകദേശം 75 മീറ്ററിൽ കൂടുതൽ ഉയരമുള്ള പ്രദേശമാണ് മലനാട്. സമുദ്രനിരപ്പിൽ നിന്ന് 75 മീറ്റർ ഉയരത്തിലുള്ള പ്രദേശങ്ങൾ അറിയപ്പെടുന്നത് മലനാട് എന്നാണ്. സമുദ്രനിരപ്പിൽ നിന്ന് 7.5 മീറ്റർ മുതൽ 75 മീറ്റർ വരെയുള്ള
ഭൂവിഭാഗമാണ് ഇടനാട്. സമുദ്രനിരപ്പിൽ നിന്ന് 7.5 മീറ്റർ മുതൽ 75 മീറ്റർ വരെ ഉയരമുള്ള ഭൂപ്രദേശം ഇടനാട്. സമുദ്രനിരപ്പിൽ നിന്ന് 7.5 മീറ്റർ വരെ ഉയരമുള്ള പ്രദേശമാണ് തീരപ്രദേശം. സമുദ്രനിരപ്പിൽ നിന്ന് 7.5 മീറ്റർ വരെ ഉയരമുള്ള പ്രദേശമാണ് തീരപ്രദേശം എന്നറിയപ്പെടുന്നത്. 38ാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. തിരുവല്ല പപ്പൻ എന്നറിയപ്പെടുന്ന തോമസ് വർഗീസ് ഏത് ഒളിമ്പിക് കായിക ഇനത്തിലാണ് മത്സരിച്ചത്? ഇത് ഡിലീറ്റഡ് ക്വസ്റ്റ്യൻ ആണ്. ക്വസ്റ്റ്യനിൽ മിസ്റ്റേക്ക് ഉള്ളതുകൊണ്ടാണ് ക്വസ്റ്റ്യൻ ഡിലീറ്റ് ആക്കിയത്. അപ്പോൾ അതിൽ മിസ്റ്റേക്ക് എന്ന് പറയുന്നത് തിരുവല്ല പപ്പൻ എന്നാണ് കൊടുത്തത്. തിരുവല്ല പാപ്പനാണ് ശരിക്കുള്ളത്. അതാണ് മിസ്റ്റേക്ക് വന്നത്. നമുക്ക് ഏതായാലും നോക്കാം. തിരുവല്ല പാപ്പൻ എന്നറിയപ്പെടുന്നത് തോമസ് മാത്യു വർഗീസ് ആണ്. തോമസ് മാത്യു വർഗീസ് ഫുട്ബോൾ താരമാണ്. സ്വതന്ത്ര ഇന്ത്യയിലെ ആദ്യത്തെ മലയാളി ഒളിമ്പ്യനായ ഫുട്ബോൾ താരമാണ് തോമസ് മാത്യു വർഗീസ്. അദ്ദേഹമാണ് തിരുവല്ല പാപ്പൻ എന്നറിയപ്പെടുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയാലോ. 39ാമത്തെ ക്വസ്റ്റ്യൻ. കേരളത്തിൽ തെക്കു പടിഞ്ഞാറൻ മൺസൂണിനെ സംബന്ധിച്ച പ്രസ്താവനകളിൽ ശരിയായവ ഏതെല്ലാം? ശരിയായതാണ് ചോദിച്ചത്. ഓപ്ഷൻസ് വായിക്കാം. 1. ജൂൺ മുതൽ സെപ്റ്റംബർ വരെ മഴ ലഭിക്കുന്നു. ഇടവപ്പാതി എന്നറിയപ്പെടുന്നു. തുലാവർഷം എന്നും അറിയപ്പെടുന്നു. അതിൽ ശരിയാണ് ചോദിച്ചത്. 1ഉം 2ഉമാണ് ശരി. 1 എന്ന് പറയുന്നത് ജൂൺ മുതൽ സെപ്റ്റംബർ വരെയാണ് തെക്കു പടിഞ്ഞാറൻ മൺസൂൺ. അത് ശരിയാണ്. ഇടവപ്പാതി എന്നറിയപ്പെടുന്നതും തെക്കു പടിഞ്ഞാറൻ മൺസൂൺ കാലമാണ്. അപ്പം അതുമായിട്ട് റിലേറ്റ് ചെയ്ത കുറച്ച് പോയിന്റ്സ് നോക്കാം. മൺസൂണിൻ്റെ കവാടം എന്നറിയപ്പെടുന്ന സംസ്ഥാനമാണ് കേരളം. തുലാവർഷം എന്നറിയപ്പെടുന്ന മൺസൂൺ കാലം വടക്ക് കിഴക്കൻ മൺസൂൺ കാലമാണ്. തുലാവർഷം എന്നറിയപ്പെടുന്നത് വടക്ക് കിഴക്കൻ മൺസൂൺ കാലമാണ്. ഇടവപ്പാതിയാണ് തെക്കു പടിഞ്ഞാറൻ മൺസൂൺ കാലഘട്ടം. ഇടവപ്പാതി മഴ ലഭ്യതയുടെ ശരാശരി അളവ് 196 സെൻറ്റിമീറ്റർ ആണ്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. 40ാമത്തെ ക്വസ്റ്റ്യൻ ആണ്. നിലവിൽ കേരളത്തിലെ ഏറ്റവും വലിയ ജില്ല ഏത്? നിലവിൽ കേരളത്തിലെ ഏറ്റവും വലിയ ജില്ല ഇടുക്കിയാണ്. സുഗന്ധ വിജ്ഞാനങ്ങളുടെ കലവറ എന്നറിയപ്പെടുന്നത് ഇടുക്കിയാണ്. കേരളത്തിലെ ആദ്യ ഹാൾമാർക്ക് ജില്ലയാണ് ഇടുക്കി. അതുപോലെ കേരളത്തിൽ കുടിയേറ്റ സ്മാരക ടൂറിസം വില്ലേജ് നിലവിൽ വരുന്ന ജില്ല ഇടുക്കിയാണ്. ഇടുക്കി ജില്ലയുടെ ആകെ വിസ്തീർണം 4612 ചതുരശ്ര കിലോമീറ്ററാണ്. ഭരണ സൗകര്യത്തിനായി 2023 എറണാകുളം ജില്ലയിലെ കുട്ടമ്പുഴ വില്ലേജിൻ്റെ ഭാഗങ്ങൾ ഇടുക്കി ജില്ലയിലെ ഇടമലക്കുടി വില്ലേജിലേക്ക് കൂട്ടിച്ചേർത്തതോടെയാണ് ഇടുക്കി വീണ്ടും കേരളത്തിലെ ഏറ്റവും വലിയ ജില്ലയായി മാറിയത്. 41ാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. വരയാടിനെ അതായത് നീലഗിരി താർ സംരക്ഷിക്കാൻ പ്രോജക്റ്റ് നീലഗിരി താർ പദ്ധതി ആവിഷ്കരിച്ച സംസ്ഥാനം ഏത്? ആൻസർ തമിഴ്നാട്. വരയാടിനെ സംരക്ഷിക്കാൻ പ്രോജക്റ്റ് നീലഗിരി താർ പദ്ധതി ആരംഭിച്ച സംസ്ഥാനമാണ് തമിഴ്നാട്. ഇന്ത്യയുടെ തെക്കേ അറ്റത്തെ സംസ്ഥാനമാണ് തമിഴ്നാട്. തമിഴ്നാടിൻ്റെ ഔദ്യോഗിക മൃഗമാണ് വരയാട്. ഇനി 42ാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. കേരളത്തിലെ സ്കൂൾ ബസ്സുകൾ ട്രാക്ക് ചെയ്യാൻ രക്ഷിതാക്കൾക്ക് മോട്ടോർ വാഹന വകുപ്പ് ആരംഭിച്ച മൊബൈൽ ആപ്പ് ഏത്? ആൻസർ വിദ്യാവാഹൻ. കേരളത്തിലെ സ്കൂൾ ബസ്സുകൾ ട്രാക്ക് ചെയ്യാൻ രക്ഷിതാക്കൾക്ക് മോട്ടോർ വാഹന വകുപ്പ് ആരംഭിച്ച മൊബൈൽ ആപ്പാണ് വിദ്യാവാഹൻ. കുറച്ച് കണക്റ്റഡ് ഫാക്ട്സ് നോക്കാം. മോട്ടോർ വാഹന വകുപ്പിൻ്റെ സേവനങ്ങൾ ഓൺലൈൻ ആക്കുന്നതിനായുള്ള സോഫ്റ്റ്വെയർ ആണ് വാഹൻ. വാഹനങ്ങളുമായി ബന്ധപ്പെട്ട രേഖകളും മറ്റും ഡിജിറ്റലായി സൂക്ഷിക്കുന്നതിനായി കേന്ദ്ര സർക്കാർ ആരംഭിച്ച മൊബൈൽ ആപ്പ് പരിവാഹൻ. പൊതുജനങ്ങൾക്ക് ഗതാഗത നിയമലംഘനങ്ങൾ തത്സമയം കണ്ടെത്തി റിപ്പോർട്ട് ചെയ്യുന്നതിനായി സംസ്ഥാന മോട്ടോർ വാഹന വകുപ്പ് നാഷണൽ ഇൻഫോർമാറ്റിക് സെന്ററിന്റെ സഹായത്തോടെ പുറത്തിറക്കിയ മൊബൈൽ ആപ്പാണ് പരിവാഹൻ സിറ്റിസൺ സെന്റിനൽ. ഇനി 43ാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. എല്ലാ ആദിവാസികൾക്കും അടിസ്ഥാന രേഖകൾ നൽകുന്ന ഇന്ത്യയിലെ ആദ്യ ജില്ല ഏത്? ആൻസർ വയനാട്. എല്ലാ ആദിവാസികൾക്കും അടിസ്ഥാന രേഖകൾ നൽകുന്ന ഇന്ത്യയിലെ ആദ്യ ജില്ലയാണ് വയനാട്. 2-3 റിലേറ്റഡ് ഫാക്ട്സ് നോക്കാം. എല്ലാ ഗോത്രവർഗ്ഗക്കാർക്കും ആധാർ കാർഡുകൾ, റേഷൻ കാർഡുകൾ, ജനന മരണ സർട്ടിഫിക്കറ്റുകൾ, തിരഞ്ഞെടുപ്പ് ID കാർഡുകൾ, ബാങ്ക് അക്കൗണ്ടുകൾ, ആരോഗ്യ ഇൻഷുറൻസ് തുടങ്ങിയ അടിസ്ഥാന രേഖകളും സൗകര്യങ്ങളും നൽകുന്നതിനായി വയനാട് ജില്ലാ ഭരണകൂടം ആരംഭിച്ച ക്യാമ്പയിനാണ് അക്ഷയ ബിഗ് ക്യാമ്പയിൻ ഫോർ ഡോക്യുമെന്റ് ഡിജിറ്റലൈസേഷൻ. കേരളത്തിൽ ആദ്യമായി ട്രൈബൽ മെഡിക്കൽ കോളേജ് സ്ഥാപിതമായ ജില്ലയാണ് വയനാട്. ഭൂരഹിതരായ ആദിവാസികൾക്ക് ഭൂമി നൽകണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് വയനാട്ടിൽ നടന്ന സമരമാണ് മുത്തങ്ങ സമരം. 2003 മുത്തങ്ങ സമരം നടന്നത്. വയനാട് ദുരന്തത്തിലെ സമാനതകളില്ലാത്ത രക്ഷാപ്രവർത്തനത്തെക്കുറിച്ച് കവി പ്രഭാവർമ്മ എഴുതിയ കവിതയാണ് ഉറ്റവർ. ഇനി നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. 44ാമത്തെ ക്വസ്റ്റ്യൻ. തിരുക്കൊച്ചി സംയോജനം നടന്നത് എപ്പോൾ? ആൻസർ ജൂലൈ 1, 1949. 1949 ജൂലൈ 1 തിരുക്കൊച്ചി സംയോജനം നടന്നത്. തിരുക്കൊച്ചി സംയോജനം നടന്നത് 1949 ജൂലൈ 1.
തിരുകൊച്ചി സംയോജനം നടക്കുന്ന സമയത്ത് കൊച്ചി രാജാവാണ് രാമവർമ്മ പരീക്ഷിത്ത് തമ്പുരാൻ. തിരുകൊച്ചി സംസ്ഥാനത്തെ പ്രഥമ മുഖ്യമന്ത്രി പറവൂർ ടി.കെ. നാരായണപിള്ളയാണ്. തിരുകൊച്ചി സംസ്ഥാനത്തെ അവസാനത്തെ മുഖ്യമന്ത്രി പനമ്പള്ളി ഗോവിന്ദ മേനോൻ. ഇനി 45ാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. യുനെസ്കോയുടെ ലോക പൈതൃക പട്ടികയിൽ ഉൾപ്പെട്ട രണ്ടാമത്തെ കേരളീയ കലാരൂപം ഏത്? ആൻസർ മുടിയേറ്റ്. യുനെസ്കോയുടെ ലോക പൈതൃക പട്ടികയിൽ ഉൾപ്പെട്ട രണ്ടാമത്തെ കേരളീയ കലാരൂപമാണ് മുടിയേറ്റ്. അപ്പം മുടിയേറ്റും കൂടിയാട്ടവും കേരളത്തിൽ നിന്ന് യുനെസ്കോ പൈതൃക പട്ടികയിൽ ഉൾപ്പെട്ട കലാരൂപങ്ങളാണ്. അത് നോക്കാം നമുക്ക്. യുനെസ്കോയുടെ ലോക പൈതൃക പട്ടികയിൽ ഉൾപ്പെട്ട ആദ്യത്തെ കേരളീയ കലാരൂപമാണ് കൂടിയാട്ടം. കൂടിയാട്ടം യുനെസ്കോ പൈതൃക പട്ടികയിൽ ഉൾപ്പെട്ടത് 2001 കൂടിയാട്ടത്തെ അഭിനയത്തിൻ്റെ അമ്മ, അതുപോലെ കലകളുടെ മുത്തശ്ശി എന്നിങ്ങനെയാണ് അറിയപ്പെടുന്നത്. 2010 മുടിയേറ്റ് യുനെസ്കോയുടെ ലോക പൈതൃക പട്ടികയിൽ ഇടം നേടിയത്. ഇനി നമുക്ക് 46ാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. നിബന്ധമാല എന്ന കൃതി രചിച്ചതാര്? ആൻസർ വിഷ്ണു കൃഷ്ണ ശുക്ലങ്കർ. 47ാമത്തെ ക്വസ്റ്റ്യൻ. അർജുന അവാർഡ് നേടിയ ആദ്യ മലയാളി? ആൻസർ സി ബാലകൃഷ്ണൻ. അർജുന അവാർഡ് നേടിയ ആദ്യത്തെ മലയാളിയാണ് സി ബാലകൃഷ്ണൻ. 1961 അർജുന അവാർഡ് നൽകി തുടങ്ങിയത്. 15 ലക്ഷം രൂപയാണ് അർജുന അവാർഡിൻ്റെ സമ്മാനത്തുക. അർജുന അവാർഡ് നേടിയ ആദ്യത്തെ മലയാളി വനിത ചോദിച്ചാൽ KC ഏലമ്മയാണ് ആദ്യത്തെ വനിത. ഇനി 48ാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. ഇന്ത്യ ഗവൺമെൻറ്റിൻ്റെ കീഴിൽ വരുന്ന ISROയുടെ പുതിയ വാണിജ്യ വിഭാഗം ഏത്? ആൻസർ ന്യൂ സ്പേസ് ഇന്ത്യ ലിമിറ്റഡ്. ഇന്ത്യ ഗവൺമെൻറ്റിൻ്റെ കീഴിൽ വരുന്ന ISROയുടെ പുതിയ വാണിജ്യ വിഭാഗമാണ് ന്യൂ സ്പേസ് ഇന്ത്യ ലിമിറ്റഡ്. 2019 മാർച്ച് 6 ന്യൂ സ്പേസ് ഇന്ത്യ ലിമിറ്റഡ് സ്ഥാപിതമായത്. ഇന്ത്യൻ ബഹിരാകാശ വകുപ്പിൻ്റെ നിയന്ത്രണത്തിൽ ആരംഭിച്ച കേന്ദ്ര പൊതുമേഖലാ സ്ഥാപനമാണ് ന്യൂ സ്പേസ് ഇന്ത്യ ലിമിറ്റഡ്. ഇന്ത്യൻ ബഹിരാകാശ പദ്ധതികളിൽ വ്യവസായ പങ്കാളിത്തം വർദ്ധിപ്പിക്കുക എന്നതാണ് ന്യൂ സ്പേസ് ഇന്ത്യ ലിമിറ്റഡിൻ്റെ ലക്ഷ്യം. ഇനി നമുക്ക് 49ാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. 2023 IPL ചരിത്രത്തിലെ ആദ്യ ഇമ്പാക്റ്റ് പ്ലെയർ ആയത് ആരാണ്? ആൻസർ തുഷാർ ദേശ്പാണ്ഡെ. 50ാമത്തെ ക്വസ്റ്റ്യൻ. ജ്ഞാനപ്പാന പുരസ്കാരം 2023 നേടിയത് ആര്? 2023 ജ്ഞാനപ്പാന നേടിയത് വി മധുസൂദനൻ നായരാണ്. വി മധുസൂദനൻ നായരാണ് 2024 ജ്ഞാനപ്പാന പുരസ്കാരം നേടിയത്. 2025 ജ്ഞാനപ്പാന പുരസ്കാര ജേതാവാണ് പ്രൊഫസർ KP ശങ്കരൻ. 2025 ജ്ഞാനപ്പാന പുരസ്കാര ജേതാവാണ് പ്രൊഫസർ KP ശങ്കരൻ. 51ാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. ചന്ദ്രയാൻ 3 വിക്ഷേപിച്ചത് എന്ന്? 2023 ജൂലൈ 14 ചന്ദ്രയാൻ 3 വിക്ഷേപിച്ചത്. ചന്ദ്രയാൻ 3 ചന്ദ്രൻ്റെ ദക്ഷിണ ധ്രുവത്തിൽ സോഫ്റ്റ് ലാൻഡിംഗ് ചെയ്ത തീയതി 2023 ഓഗസ്റ്റ് 23. വിക്ഷേപിച്ചത് 2023 ജൂലൈ 14. ചന്ദ്രയാൻ ചന്ദ്രൻ്റെ ദക്ഷിണ ധ്രുവത്തിൽ സോഫ്റ്റ് ലാൻഡിംഗ് ചെയ്ത തീയതി 2023 ഓഗസ്റ്റ് 23. ദക്ഷിണ ധ്രുവത്തിൽ സോഫ്റ്റ് ലാൻഡിംഗ് ചെയ്ത ആദ്യത്തെ രാജ്യമാണ് ഇന്ത്യ. ചന്ദ്രയാൻ 3ൻ്റെ പ്രോജക്ട് ഡയറക്ടർ P വീരമുത്തുവേലാണ്. ചന്ദ്രയാൻ 3ൻ്റെ മിഷൻ ഡയറക്ടർ S മോഹനകുമാർ. 52ാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. മലപ്പുറം താനൂർ ബോട്ട് അപകടത്തെക്കുറിച്ച് അന്വേഷിച്ച ജുഡീഷ്യൽ കമ്മീഷൻ ഏത്? VK മോഹൻ കമ്മീഷൻ. താനൂർ ബോട്ട് അപകടം നടന്ന വർഷം 2023. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. 53ാമത്തെ ക്വസ്റ്റ്യൻ. താഴെ പറയുന്നവയിൽ അസ്ഥികളുടെ ആരോഗ്യത്തിന് അത്യാവശ്യം വേണ്ട ജീവകം ഏത്? അസ്ഥികളുടെ ആരോഗ്യത്തിന് അത്യാവശ്യം വേണ്ട ജീവകമാണ് വൈറ്റമിൻ D. വൈറ്റമിൻ D അസ്ഥികളുടെ ആരോഗ്യത്തിന് അത്യാവശ്യം വേണ്ട ജീവകമാണ്. ഹോർമോണിൻ്റെ മുൻഗാമി എന്നറിയപ്പെടുന്നത് വൈറ്റമിൻ D ആണ്. ശരീരത്തിലെ കാൽസ്യത്തിൻ്റെയും ഫോസ്ഫറസിൻ്റെയും അളവ് ക്രമീകരിക്കുന്ന ജീവകം D. ശരീരത്തിൽ സംഭരിച്ചു വയ്ക്കുകയും കൊഴുപ്പിൽ ലയിക്കുന്നതുമായ ജീവകം D ആണ്. പിന്നെ ജീവകം ഡിയുടെ കുറവ് മൂലം കുട്ടികളുടെ എല്ലുകൾ ദുർബലമാകുന്ന അവസ്ഥ കണ എന്നറിയപ്പെടുന്നു. കണ അല്ലെങ്കിൽ റിക്കറ്റ്സ്. ഇനി 54ാമത്തെ ക്വസ്റ്റ്യൻ. വന്യജീവികളോടൊപ്പം ചരിത്ര സ്മാരകങ്ങളെയും പ്രകൃതി വിഭവങ്ങളെയും ഭൗമ സവിശേഷതകളെയും സംരക്ഷിക്കുന്നതിനായി പ്രഖ്യാപിക്കപ്പെട്ടിരിക്കുന്ന വനമേഖല ഏത്? നാഷണൽ പാർക്ക്. വന്യജീവികളോടൊപ്പം ചരിത്ര സ്മാരകത്തെയും പ്രകൃതി വിഭവങ്ങളെയും ഭൗമ സവിശേഷതകളെയും സംരക്ഷിക്കുന്നതിനായി പ്രഖ്യാപിക്കപ്പെട്ടിരിക്കുന്ന വനമേഖലയാണ് നാഷണൽ പാർക്കുകൾ എന്നറിയപ്പെടുന്നത്. 55ാമത്തെ ക്വസ്റ്റ്യൻ. താഴെ പറയുന്നവയിൽ ഏത് കാർഷിക വിളയിൽ പെടുന്നതാണ് വെള്ളായനി ഹ്രസ്വ? ഓപ്ഷൻസ് വായിക്കാം. കുരുമുളക്, കിഴങ്ങുവർഗം, കരിമ്പ്, തെങ്ങ്. വെള്ളായനി ഹ്രസ്വ എന്നറിയപ്പെടുന്നത് കിഴങ്ങ് വർഗമാണ്. 56ാമത്തെ ക്വസ്റ്റ്യൻ.
വിസർജ്യ വസ്തുക്കളുടെ സാന്നിധ്യം മൂലം മലിനമാക്കപ്പെട്ട കുടിവെള്ളം ഉപയോഗിക്കുന്നതിലൂടെ ഉണ്ടാകുന്ന രോഗം. ആൻസർ ഡയേറിയ. വിസർജ്യ വസ്തുക്കളുടെ സാന്നിധ്യം മൂലം മലിനമാക്കപ്പെട്ട കുടിവെള്ളം ഉപയോഗിക്കുന്നതിലൂടെ ഉണ്ടാകുന്ന രോഗമാണ് ഡയേറിയ. മുതിർന്നവരിൽ ഡയേറിയയ്ക്ക് കാരണമാകുന്ന വൈറസാണ് നോറോ വൈറസ്. കുട്ടികളിൽ ഡയേറിയയ്ക്ക് കാരണമാകുന്ന വൈറസാണ് റോട്ടാ വൈറസ്. ഇനി നമുക്ക് 57ാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. മനുഷ്യ രക്തപര്യന വ്യവസ്ഥയുമായി ബന്ധപ്പെട്ട പ്രസ്താവനകൾ പരിശോധിച്ച് ചുവടെ നൽകിയിരിക്കുന്നവയിൽ നിന്നും ശരി ഉത്തരം തിരഞ്ഞെടുക്കുക. ശരിയായതാണ് തിരഞ്ഞെടുക്കേണ്ടത്. ഓപ്ഷൻസ്: 1. എല്ലാ ധമനികളും ശുദ്ധരക്തം വഹിക്കുന്നു. 2. എല്ലാ സിരകളും അശുദ്ധരക്തം വഹിക്കുന്നു. 3. കൊറോണറി ധമനി അശുദ്ധരക്തം വഹിക്കുന്നു. 4. ശ്വാസകോശ ധമനി അശുദ്ധരക്തം വഹിക്കുന്നു. അതിൽ ശരി ഏത് എന്നാണ് ചോദിച്ചത്. പ്രസ്താവന 4 ശരി. ശ്വാസകോശ ധമനിയാണ് അശുദ്ധരക്തം വഹിക്കുന്നത്. ശ്വാസകോശ ധമനിയാണ് അശുദ്ധരക്തം വഹിക്കുന്നത്. ശുദ്ധരക്തം വഹിക്കുന്ന ഏറ്റവും വലിയ ധമനി മഹാധമനി. ശുദ്ധരക്തം വഹിക്കുന്ന ഒരേ ഒരു സിര ചോദിച്ചാൽ ശ്വാസകോശ സിരയാണ്. ഹൃദയത്തിന് മുകളിലുള്ള ശരീരഭാഗങ്ങളിലെ അശുദ്ധ രക്തത്തെ വലത് ഏട്രിയത്തിൽ എത്തിക്കുന്ന രക്തക്കുഴലുകളാണ് ഊർധ്വ മഹാസിര. ഹൃദയത്തിന് താഴെയുള്ള ശരീരഭാഗങ്ങളിലെ അശുദ്ധ രക്തത്തെ വലത് ഏട്രിയത്തിൽ എത്തിക്കുന്ന രക്തക്കുഴലാണ് അധോ മഹാസിര. ഇനി നമുക്ക് 58ാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. കേംബ്രിഡ്ജ് യൂണിവേഴ്സിറ്റിയിലെ ഗവേഷകർ കൃത്രിമ രീതിയിൽ സൃഷ്ടിച്ചെടുത്ത ബാക്ടീരിയ. ആൻസർ ഈ കോളി ബാക്ടീരിയ. കേംബ്രിഡ്ജ് യൂണിവേഴ്സിറ്റിയിലെ ഗവേഷകർ കൃത്രിമ രീതിയിൽ സൃഷ്ടിച്ചെടുത്ത ബാക്ടീരിയയാണ് ഈ കോളി ബാക്ടീരിയ. ജീവകം കെയുടെ നിർമ്മാണത്തിന് സഹായിക്കുന്നു ഈ കോളി ബാക്ടീരിയ. മനുഷ്യൻ്റെ കുടലിനുള്ളിൽ പ്രവേശിച്ച് ജീവകം കെയുടെ നിർമ്മാണത്തിന് സഹായിക്കുന്ന ബാക്ടീരിയയാണ് ഈ കോളി ബാക്ടീരിയ. ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. 59ാമത്തെ ക്വസ്റ്റ്യൻ ആണ്. കമ്പ്യൂട്ടറുകളെ ചിന്തകൾ കൊണ്ട് നിയന്ത്രിക്കുന്നതിനായി മനുഷ്യ മസ്തിഷ്കത്തിൽ വൈറസ് ചിപ്പ് സ്ഥാപിച്ച് പരീക്ഷണം നടത്തുന്ന ഇലോൺ മസ്കിൻ്റെ കമ്പനി. ആൻസർ ന്യൂറാലിങ്ക് കോർപ്പറേഷൻ. ന്യൂറാലിങ്ക് ചിപ്പ് ആദ്യമായി ഘടിപ്പിച്ച മനുഷ്യനാണ് നോളൻഡ് ആർബോ. ന്യൂറാലിങ്ക് എന്ന സ്റ്റാർട്ടപ്പ് വികസിപ്പിച്ച ടെലിപ്പതി എന്ന ഉപകരണം തലച്ചോറിൽ ഘടിപ്പിച്ച് രോഗികൾക്ക് അവരുടെ ചിന്തകളിലൂടെ കമ്പ്യൂട്ടർ നിയന്ത്രിക്കാനാകും. വികലാംഗരായ രോഗികളെ വീണ്ടും ചലിക്കാനും ആശയവിനിമയം നടത്താനും കാഴ്ച പുനഃസ്ഥാപിക്കാനും സഹായിക്കുന്ന തലയോട്ടിക്കുള്ളിൽ ഘടിപ്പിക്കാൻ കഴിയുന്ന ബ്രെയിൻ ചിപ്പ് ഇൻ്റർഫേസ് നിർമ്മിച്ച കമ്പനിയാണ് ന്യൂറാലിങ്ക്. ഇനി 60ാമത്തെ ക്വസ്റ്റ്യൻ. ആറ്റത്തിലെ ഏതു കണത്തിൻ്റെ സാന്നിധ്യമാണ് ജെ തോംസൺ കണ്ടെത്തിയത്? ആൻസർ ഇലക്ട്രോൺ. ആറ്റത്തിലെ ഇലക്ട്രോണിൻ്റെ സാന്നിധ്യമാണ് ജെ തോംസൺ കണ്ടെത്തിയത്. ജെ തോംസൺ ഡിസ്ചാർജ് ട്യൂബ് പരീക്ഷണത്തിലൂടെയാണ് ഇലക്ട്രോൺ കണ്ടെത്തിയത്. ഇലക്ട്രോണിൻ്റെ മാസും ഇലക്ട്രിക്കൽ ചാർജും തമ്മിലുള്ള അനുപാതം കണ്ടെത്തിയ ശാസ്ത്രജ്ഞനും ജെ തോംസൺ തന്നെയാണ്. ഇനി 61ാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. തന്നിരിക്കുന്നവയിൽ ക്രിസ്റ്റൽ ആകൃതി ഇല്ലാത്ത കാർബണിൻ്റെ രൂപാന്തരം ഏത്? ഓപ്ഷൻസ്: വജ്രം, ഗ്രാഫൈറ്റ്, കൽക്കരി, ഫുള്ളറിൻ. ക്രിസ്റ്റൽ ആകൃതി ഇല്ലാത്ത കാർബണിൻ്റെ രൂപാന്തരമാണ് കൽക്കരി. ഒരു മൂലകം തന്നെ പ്രകൃതിയിൽ വിവിധ രൂപത്തിൽ കാണപ്പെടുന്ന പ്രതിഭാസമാണ് രൂപാന്തരത്വം. ഏറ്റവും കൂടുതൽ രൂപാന്തരത്വം പ്രകടിപ്പിക്കുന്ന മൂലകമാണ് കാർബൺ. കാർബണിൻ്റെ രൂപാന്തരത്തിന് കാരണം കാറ്റിനേഷനാണ്. ക്രിസ്റ്റൽ ആകൃതിയിലുള്ള കാർബണിൻ്റെ രൂപാന്തരങ്ങളാണ് വജ്രം, ഗ്രാഫൈറ്റ്, ഫുള്ളറിൻ, ഗ്രഫീൻ. ക്രിസ്റ്റൽ ആകൃതി ഇല്ലാത്ത കാർബണിൻ്റെ രൂപാന്തരത്താണ് അമോർഫസ് കാർബൺ എന്നറിയപ്പെടുന്നത്. ഇനി നമുക്ക് നോക്കാനുള്ളത് 62ാമത്തെ ക്വസ്റ്റ്യൻ ആണ്. ഒരു ലോഹധാതുവിനെ അയിരായി പരിഗണിക്കുന്നതിന് അതിനുണ്ടായിരിക്കേണ്ട സവിശേഷതകളെക്കുറിച്ച് കൊടുത്തിട്ടുള്ള പ്രസ്താവനകളിൽ ശരിയായ പ്രസ്താവന ഏത്? ഒരു ലോഹധാതുവിനെ അയിരായി പരിഗണിക്കുന്നതിന് അതിനുണ്ടായിരിക്കേണ്ട സവിശേഷതകളെക്കുറിച്ച് കൊടുത്തിരിക്കുന്ന പ്രസ്താവനകളിൽ ശരിയേത്? ഓപ്ഷൻസ് വായിക്കാം. 1. എല്ലാ ധാതുക്കളും അയിരുകളാണ്. 2. ലോഹത്തിൻ്റെ അംശം കൂടുതൽ ഉണ്ടായിരിക്കണം. 3. എളുപ്പത്തിലും ചെലവ് കുറഞ്ഞ രീതിയിലും ലോഹം വേർതിരിച്ചെടുക്കാവുന്നതാണ്. അതിൽ ശരിയായത് ഏത് എന്നാണ് ചോദിച്ചത്. 2, 3 ആണ് ശരി. ഒരു ലോഹധാതുവിനെ അയിരായി പരിഗണിക്കാനുള്ള കാരണങ്ങൾ അതിൽ 2, 3 ശരിയാണ്. ലോഹത്തിൻ്റെ അംശം കൂടുതൽ ഉണ്ടായിരിക്കണം, എളുപ്പത്തിലും ചെലവ് കുറഞ്ഞ രീതിയിലും ലോഹം വേർതിരിച്ചെടുക്കാൻ കഴിയുന്നതായിരിക്കണം. കുറച്ച് റിലേറ്റഡ് ഫാക്ട്സ് നോക്കാം. വ്യാവസായികമായി ലോഹം ഉൽപ്പാദിപ്പിക്കാൻ ഉപയോഗിക്കുന്ന ലോഹധാതുവാണ് അയിര്. അയിരിലെ മാലിന്യങ്ങൾ അറിയപ്പെടുന്നത് ഗാങ് എന്നാണ്. ഇനി 63ാമത്തെ ക്വസ്റ്റ്യൻ. ജനറേറ്ററിൽ നടക്കുന്ന ഊർജ പരിവർത്തനം ഏത്? യാന്ത്രികോർജം വൈദ്യുതോർജമായി മാറുന്നു. 64ാമത്തെ ക്വസ്റ്റ്യൻ.
ശ്രവണബോധം ഉളവാക്കാൻ കഴിയുന്ന ഊർജ രൂപമാണ് ശബ്ദം. ശബ്ദത്തെ സംബന്ധിച്ച് തന്നിരിക്കുന്ന പ്രസ്താവനകളിൽ ശരിയായ പ്രസ്താവന ഏതാണ്? ഓപ്ഷൻസ്: 1, വസ്തുക്കളുടെ കമ്പനം മൂലം ശബ്ദമുണ്ടാകുന്നു. 2, ശബ്ദത്തിന് സഞ്ചരിക്കാൻ മാധ്യമം ആവശ്യമാണ്. 3, മനുഷ്യരുടെ ശ്രവണപരിധി 20 ഹെർട്സ് മുതൽ 2000 ഹെർട്സ് വരെയാണ്. അതിൽ ശരി ഏതാണെന്ന് ചോദിച്ചോ 1ഉം 2ഉം ശരിയാണ്. വസ്തുക്കളുടെ കമ്പനം മൂലമാണ് ശബ്ദം ഉണ്ടാകുന്നത്. ആ ഓപ്ഷൻ ശരിയാണ്. ശബ്ദത്തിന് സഞ്ചരിക്കാൻ മാധ്യമം ആവശ്യമാണ്, അതും ശരിയാണ്. മൂന്നാമത്തെ ഓപ്ഷൻ മനുഷ്യരുടെ ശ്രവണ പരിധി 20 ഹെർട്സ് മുതൽ 2000 ഹെർട്സ് എന്ന് പറഞ്ഞു. അത് തെറ്റാണ്. മനുഷ്യരുടെ ശ്രവണ പരിധി 20 ഹെർട്സ് ടു 20000 ഹെർട്സ് വരെയാണ്. താപനിലയിലുണ്ടാകുന്ന മാറ്റം ശബ്ദത്തിന്റെ തരംഗദൈർഘ്യത്തെ ബാധിക്കുന്നുണ്ട്. മനുഷ്യന്റെ ശ്രവണ പരിധിക്ക് താഴെയുള്ള ആവൃത്തിയിലെ ശബ്ദങ്ങളാണ് ഇൻഫ്രാസോണിക് സൗണ്ട്. സോണോഗ്രാഫിയിൽ ഉപയോഗിക്കുന്ന തരംഗങ്ങളാണ് അൾട്രാസോണിക് തരംഗങ്ങൾ. അടുത്തത് 65ാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. കേരള ഗവൺമെന്റിന്റെ ഡ്രൈവിംഗ് ലൈസൻസ് സേവനങ്ങൾക്ക് വേണ്ടിയുള്ള സോഫ്റ്റ്വെയർ ആണ് സാരഥി. കേരള ഗവൺമെന്റിന്റെ ഡ്രൈവിംഗ് ലൈസൻസ് സേവനങ്ങൾക്ക് വേണ്ടിയുള്ള സോഫ്റ്റ്വെയർ ആണ് സാരഥി. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. 66ാമത്തെ ക്വസ്റ്റ്യൻ ആണ്. ഏത് മേഖലയിലുള്ളവർക്കാണ് രാഷ്ട്രീയ വിജ്ഞാൻ പുരസ്കാരം നൽകപ്പെടുന്നത്? ആർക്കാ നൽകുന്നത്? ശാസ്ത്രജ്ഞർക്കാണ് രാഷ്ട്രീയ വിജ്ഞാൻ പുരസ്കാരം നൽകുന്നത്. അടുത്തത് 67ാമത്തെ ക്വസ്റ്റ്യൻ. കേരള സാമൂഹ്യ സുരക്ഷാ മിഷൻ കോർപ്പറേഷനുകളിലും മുനിസിപ്പാലിറ്റികളിലും താമസിക്കുന്ന 65 വയസ്സിന് മുകളിൽ പ്രായമുള്ള വയോജനങ്ങൾക്ക് നൽകുന്ന ആരോഗ്യ സാമൂഹിക പരിരക്ഷയാണ് വയോമിത്രം. ഒരു 2 പദ്ധതികളൂടെ നോക്കാം. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ നടത്തുന്ന വയോജന പരിപാലന കേന്ദ്രങ്ങൾക്ക് ആധുനിക സൗകര്യങ്ങൾ നൽകി കൂടുതൽ മെച്ചപ്പെടുത്തുന്ന സാമൂഹ്യനീതി വകുപ്പ് പദ്ധതിയാണ് സായംപ്രഭ ഹോം. എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ചുകളിൽ പേര് രജിസ്റ്റർ ചെയ്തിട്ടും ജോലി ലഭിക്കാത്ത മുതിർന്ന പൗരന്മാർക്ക് 50നും 65നും ഇടയിൽ പ്രായമുള്ളവർക്കാണ് കേട്ടോ സ്വയം തൊഴിൽ സംരംഭങ്ങൾ ആരംഭിക്കുന്നതിന് വായ്പ നൽകുന്ന പദ്ധതിയാണ് നവജീവൻ. ഇനി നമുക്ക് 68ാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. താഴെ പറയുന്നവയിൽ വൈറസ് മൂലം ഉണ്ടാകുന്ന രോഗബാധ ഏത്? ഓപ്ഷൻസ്: കോളറ, ട്യൂബർക്യൂലോസിസ്, കുഷ്ഠം, ചിക്കൻ പോക്സ്. അതിൽ വൈറസ് മൂലം ഉണ്ടാകുന്ന രോഗബാധയാണ് ചിക്കൻ പോക്സ്. ചിക്കൻ പോക്സ് രോഗത്തിന് കാരണമായ വൈറസാണ് വാരിസെല്ല സോസ്റ്റർ. ഹ്യൂമൺ ആൽഫ ഹെർപ്പസ് വൈറസ് എന്നറിയപ്പെടുന്ന വൈറസാണ് വാരിസെല്ല സോസ്റ്റർ. ഇനി നമുക്ക് 69ാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. ജീവകം B12ന്റെ അപര്യാപ്തത മൂലമുണ്ടാകുന്ന രോഗം ഏത്? പെർനീഷ്യസ് അനീമിയ. ജീവകം B12ന്റെ അപര്യാപ്തത രോഗമാണ് പെർനീഷ്യസ് അനീമിയ. വൈറ്റമിൻ B12ന്റെ കുറവ് സാധാരണയായി ബാധിക്കുന്നത് തലച്ചോറിനെയും നാഡീവ്യവസ്ഥയെയുമാണ്. പെർനീഷ്യസ് അനീമിയ അറിയപ്പെടുന്ന മറ്റു പേരുകളാണ് ബിയർ മേഴ്സ് അനീമിയ, അഡിസൺസ് അനീമിയ. 70ാമത്തെ ക്വസ്റ്റ്യൻ. പ്രഥമ ശുശ്രൂഷയുടെ ലക്ഷ്യങ്ങൾ. ഓപ്ഷൻസ്: എ. വേദന കുറയ്ക്കുക, ബി. ജീവൻ രക്ഷിക്കുക, സി. ഗുരുതരാവസ്ഥ ഒഴിവാക്കുക, ഡി. മുകളിൽ പറഞ്ഞവയെല്ലാം. ആൻസർ ഡി ആണ്, മുകളിൽ പറഞ്ഞവയെല്ലാം. പ്രഥമ ശുശ്രൂഷയുടെ ലക്ഷ്യങ്ങളാണ് വേദന കുറയ്ക്കുക, ജീവൻ രക്ഷിക്കുക, ഗുരുതരാവസ്ഥ ഒഴിവാക്കുക. ലോക പ്രഥമ ശുശ്രൂഷ ദിനമാണ് സെപ്റ്റംബർ മാസത്തിലെ 2ാമത്തെ ശനിയാഴ്ച. അടുത്തത് 71ാമത്തെ ക്വസ്റ്റ്യൻ. ജീവിതശൈലീ രോഗങ്ങൾ ഉണ്ടാകാനുള്ള പ്രധാന കാരണം താഴെ പറയുന്നവയിൽ ഏതാണ്? ഓപ്ഷൻസ് വായിക്കാം. എ. മാരകമായ വൈറസ് ബാധ, ബി. ജനിതക കാരണങ്ങൾ, സി. അനാരോഗ്യമായ ഭക്ഷണശീലം, ഡി. സാംക്രമിക രോഗങ്ങൾ. ഇതിൽ ജീവിതശൈലീ രോഗങ്ങൾ ഉണ്ടാകാനുള്ള പ്രധാന കാരണമാണ് അനാരോഗ്യമായ ഭക്ഷണശീലം. ജീവിതശൈലീ രോഗ നിയന്ത്രണ പദ്ധതി ഇന്ത്യയിൽ ആരംഭിച്ച വർഷമാണ് 2010. ജീവിതശൈലീ രോഗത്തിന് ഉദാഹരണമാണ് പ്രമേഹത്തിന്റെ വകഭേദമായ ടൈപ്പ് 2 പ്രമേഹം. ഇനി നമുക്ക് 72ാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. മാംസ്യത്തിന്റെ കുറവ് മൂലമുണ്ടാകുന്ന രോഗം ഏത്? ക്വാർഷിയോർക്കർ. മാംസ്യത്തിന്റെ കുറവ് മൂലമുണ്ടാകുന്ന രോഗമാണ് ക്വാർഷിയോർക്കർ. മാംസ്യത്തിന്റെ ഉൽപാദനം നടത്തുന്ന കോശഭാഗമാണ് റൈബോസോം. മാംസ്യം ഏറ്റവും കൂടുതൽ അടങ്ങിയ ഭക്ഷണ പദാർത്ഥം സോയാബീനാണ്. ഇനി നമുക്ക് നോക്കാനുള്ളത് 73ാമത്തെ ക്വസ്റ്റ്യൻ. കോവിഡ്-19 കാരണമായ രോഗാണുക്കൾ ഏത് വിഭാഗത്തിൽ പെടുന്നു? കോവിഡ്-19 കാരണമായ രോഗാണുക്കൾ വൈറസ് വിഭാഗത്തിലാണ് പെടുന്നത്. 74ാമത്തെ ക്വസ്റ്റ്യൻ. മാരകമായ അസുഖങ്ങൾ കാരണം ദുരിതമനുഭവിക്കുന്ന 18 വയസ്സിൽ താഴെ പ്രായമുള്ള കുട്ടികൾക്ക് സൗജന്യ ചികിത്സ നൽകുന്ന കേരള സർക്കാരിൻ്റെ പദ്ധതിയാണ് താലോലം. മാരകമായ അസുഖങ്ങൾ കാരണം ദുരിതമനുഭവിക്കുന്ന 18 വയസ്സിൽ താഴെ പ്രായമുള്ള കുട്ടികൾക്ക് സൗജന്യ ചികിത്സ നൽകുന്ന കേരളത്തിലെ പദ്ധതിയാണ് താലോലം. ഇനി 2-3 ആരോഗ്യ പദ്ധതികൾ നോക്കാം. ആദിവാസി ജനതയ്ക്ക് ആരോഗ്യ സേവനങ്ങൾ നേരിട്ട് എത്തിക്കുക എന്ന ലക്ഷ്യത്തോടെ സംസ്ഥാന സർക്കാർ ആരംഭിച്ച പദ്ധതിയാണ് സ്നേഹഹസ്തം.
കേരളത്തെ ഭിന്നശേഷി സൗഹൃദ സംസ്ഥാനമാക്കാനുള്ള കേരള സർക്കാർ പദ്ധതി അനുയാത്ര. കേരളത്തെ ഭിന്നശേഷി സൗഹൃദ സംസ്ഥാനമാക്കാനുള്ള കേരള സർക്കാർ പദ്ധതിയാണ് അനുയാത്ര. നവജാത ശിശുക്കളിൽ വിവിധ രോഗങ്ങൾ കണ്ടെത്തുന്നതിനായി കേരളം ആരംഭിച്ച സമഗ്ര ന്യൂബോൺ സ്ക്രീനിംഗ് സംവിധാനമാണ് ശലഭം. ഇനി 75ാമത്തെ ക്വസ്റ്റ്യൻ. വില്ലൻ ചുമയ്ക്ക് കാരണമാകുന്ന രോഗകാരി. ബോർഡേറ്റെല്ല പെർട്യൂസിസ്. പെർട്യൂസിസ് രോഗം, 100 ദിവസത്തെ ചുമ എന്നീ പേരുകളിൽ അറിയപ്പെടുന്ന രോഗമാണ് വില്ലൻ ചുമ. വില്ലൻ ചുമയുടെ 2 പേരുകളാണ്. പെർട്യൂസിസ് രോഗം, 100 ദിവസത്തെ ചുമ എന്നൊക്കെ അറിയപ്പെടുന്നത് വില്ലൻ ചുമയാണ്. ഡിഫ്തീരിയ, വില്ലൻ ചുമ, ടെറ്റനസ് എന്നീ 3 രോഗങ്ങൾക്കുള്ള പ്രതിരോധ മരുന്നുകൾ ഒന്നിച്ച് ട്രിപ്പിൾ വാക്സിൻ അല്ലെങ്കിൽ DPT വാക്സിൻ എന്ന പേരിൽ നൽകി വരുന്നുണ്ട്. കോളറയ്ക്ക് കാരണമായ ബാക്ടീരിയയാണ് വിബ്രിയോ കോളറി. പേവിഷബാധയ്ക്ക് കാരണമായ സൂക്ഷ്മാണു ലൈസ വൈറസ്. ഇനി നമുക്ക് നോക്കാനുള്ളത് 76ാമത്തെ ക്വസ്റ്റ്യൻ ആണ്. ചിക്കൻ പോക്സിന്റെ പ്രതിരോധത്തിനുള്ള വാക്സിൻ ഏത്? വാരിസെല്ല വാക്സിൻ. ചിക്കൻ പോക്സിന്റെ പ്രതിരോധത്തിനുള്ള വാക്സിനാണ് വാരിസെല്ല വാക്സിൻ. ചിക്കൻ പോക്സ് രോഗം വന്നവരിൽ വരാൻ സാധ്യതയുള്ള മറ്റൊരു വൈറസ് രോഗമാണ് ഷിംഗിൾസ് രോഗം. ഹെർപ്പസ് സോസ്റ്റർ എന്നറിയപ്പെടുന്ന രോഗം തന്നെയാണ് ഷിംഗിൾസ് രോഗം. ഇനി 77ാമത്തെ ക്വസ്റ്റ്യൻ. ആൻറ്റിബയോട്ടിക്കിന്റെ അമിത വിനിയോഗം തടയുന്നതിനായി കേരള സർക്കാർ ആരംഭിച്ച പുതിയ പദ്ധതി ഏത്? ഓപ്പറേഷൻ അമൃത്. ആൻറ്റിബയോട്ടിക്കിന്റെ അമിത വിനിയോഗം തടയാനായി കേരള സർക്കാർ ആരംഭിച്ച പദ്ധതിയാണ് ഓപ്പറേഷൻ അമൃത്. ഓപ്പറേഷൻ അമൃത്, അമൃതിന്റെ ഫുൾ ഫോം പറയാം: ആൻറ്റി മൈക്രോബിയൽ റെസിസ്റ്റന്റ് ഇന്റർവെൻഷൻ ഫോർ ടോട്ടൽ ഹെൽത്ത്. ഓപ്പറേഷൻ അമൃത് കേരള ഡ്രഗ്സ് കൺട്രോൾ വകുപ്പ് നടപ്പിലാക്കുന്ന പദ്ധതിയാണ്. ഇതിൻ്റെ കൂടെ 2 പദ്ധതി കൂടെ നോക്കാം. തീവ്ര വെളിച്ചവുമായി പായുന്ന വാഹനങ്ങളെ പിടികൂടുന്നതിനായി മോട്ടോർ വാഹന വകുപ്പ് ആരംഭിച്ച ദൗത്യം ഓപ്പറേഷൻ ഫോക്കസ്. മയക്കുമരുന്ന് കടത്ത്, മണൽ കടത്ത്, കള്ളക്കടത്ത്, സംഘം ചേർന്ന് ആക്രമണങ്ങൾ ചെയ്യുക എന്നിവ തടയുന്നതിനായി കേരള പോലീസ് ആരംഭിച്ച പദ്ധതിയാണ് ഓപ്പറേഷൻ കാവൽ. ഗുണനിലവാരമില്ലാത്ത സൗന്ദര്യവർദ്ധക വസ്തുക്കൾ പിടികൂടാൻ കേരള ഡ്രഗ്സ് കൺട്രോൾ ഇന്റലിജൻസ് വിഭാഗം നടത്തിയ പരിശോധന ഓപ്പറേഷൻ സൗന്ദര്യ. അടുത്തത് 78ാമത്തെ ക്വസ്റ്റ്യൻ. 2023 ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ മരണം ഉണ്ടാക്കിയ ജീവിതശൈലി രോഗം ഹൃദ്രോഗം. ഇനി 2-3 ജീവിതശൈലി രോഗങ്ങളും അതിൻ്റെ കാരണങ്ങളൊക്കെ നോക്കാം. ലക്ഷ്യകോശങ്ങൾക്ക് ഇൻസുലിനെ ഉപയോഗിക്കാൻ സാധിക്കാത്തത് മൂലം ഉണ്ടാകുന്ന ജീവിതശൈലി രോഗമാണ് ടൈപ്പ് 2 പ്രമേഹം. ലക്ഷ്യകോശങ്ങൾക്ക് ഇൻസുലിനെ ഉപയോഗിക്കാൻ സാധിക്കാത്തത് മൂലം ഉണ്ടാകുന്ന ജീവിതശൈലി രോഗമാണ് ടൈപ്പ് 2 പ്രമേഹം. കരളിൽ കൊഴുപ്പ് അടിഞ്ഞുകൂടുന്നത് മൂലമുണ്ടാകുന്ന ജീവിതശൈലി രോഗം ഫാറ്റി ലിവർ. പുകവലി കാരണം ഉണ്ടാകുന്ന രോഗം ബ്രോങ്കൈറ്റിസ് ആണ്. പുകവലി കാരണം ഉണ്ടാകുന്ന ജീവിതശൈലി രോഗം. കൊഴുപ്പടിഞ്ഞ് രക്തധമനികളുടെ വ്യാസം കുറയുന്ന ജീവിതശൈലി രോഗമാണ് അമിത രക്തസമ്മർദ്ദം. ഇനി 79ാമത്തെ ക്വസ്റ്റ്യൻ. കേരള സംസ്ഥാന ആരോഗ്യ ഏജൻസി 2023-24 ശ്രവണ വൈകല്യം ബാധിച്ച 5 വയസ്സിൽ താഴെയുള്ള കുട്ടികൾക്ക് കോക്ലിയർ ഇംപ്ലാന്റേഷൻ ശസ്ത്രക്രിയ സൗജന്യമായി നൽകുന്ന സംരംഭം ഏത്? ശ്രുതി തരംഗം. കുട്ടികളുടെ പ്രമേഹ രോഗം കണ്ടെത്തി ചികിത്സ ലഭ്യമാക്കുന്ന പദ്ധതിയാണ് മിഠായി. നവജാത ശിശുക്കളുടെ കേൾവി വൈകല്യം കണ്ടെത്തി സൗജന്യ ചികിത്സ നൽകുന്നതിനായി കേരള സാമൂഹ്യ മിഷനും കേരള ആരോഗ്യ മിഷനും ചേർന്ന് നടപ്പിലാക്കുന്ന പദ്ധതി കാതോരം. സർക്കാർ എയ്ഡഡ് സ്കൂളുകളിലെ കാഴ്ച വൈകല്യമുള്ള കുട്ടികൾക്ക് സൗജന്യമായി കണ്ണടകൾ നൽകുന്ന പദ്ധതിയാണ് മിഴി. ഇനി 80ാമത്തെ ക്വസ്റ്റ്യൻ. കേരള സർക്കാരിൻ്റെ ദിശ ഹെൽപ്പ് ലൈൻ നമ്പർ 1056. കേരള സർക്കാരിൻ്റെ ദിശ ഹെൽപ്പ് ലൈൻ നമ്പറാണ് 1056. ഇനി ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള 2-3 ഹെൽപ്പ് ലൈൻ നമ്പേഴ്സ് നോക്കാം. ചൈൽഡ് ലൈൻ ടോൾ ഫ്രീ നമ്പറാണ് 1098. ചൈൽഡ് ലൈൻ ടോൾ ഫ്രീ നമ്പർ 1098. സൈബർ ക്രൈമുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ അറിയിക്കേണ്ട ഹെൽപ്പ് ലൈൻ 1930 അല്ലെങ്കിൽ 1930. സൈബർ ക്രൈമുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ അറിയിക്കേണ്ട ഹെൽപ്പ് ലൈൻ നമ്പറാണ് 1930. ദേശീയ പാതകളിൽ സംഭവിക്കുന്ന അപകടങ്ങളിലും മറ്റ് അടിയന്തര ഘട്ടങ്ങളിലും സഹായം എത്തിക്കുന്നതിനു വേണ്ടി ആരംഭിച്ച ടോൾ ഫ്രീ നമ്പർ 1033 അല്ലെങ്കിൽ 1033. ദേശീയ പാതകളിൽ സംഭവിക്കുന്ന അപകടങ്ങളിലും മറ്റ് അടിയന്തര ഘട്ടങ്ങളിലും സഹായം എത്തിക്കുന്നതിന് വേണ്ടി ആരംഭിച്ച ടോൾ ഫ്രീ നമ്പറാണ് 1033. കേരള സർക്കാർ ആരംഭിച്ചിട്ടുള്ള പിങ്ക് പോലീസ് പെട്രോളിങ്ങിൻ്റെ ഹെൽപ്പ് ലൈൻ നമ്പറാണ് 1515. കേരള സർക്കാർ ആരംഭിച്ചിട്ടുള്ള പിങ്ക് പോലീസ് പെട്രോളിങ്ങിൻ്റെ ഹെൽപ്പ് ലൈൻ നമ്പർ 1515.
ഈ LGSൻ്റെ ക്വസ്റ്റ്യൻ പേപ്പറിലെ 80 ക്വസ്റ്റ്യൻസ് നമ്മൾ കംപ്ലീറ്റ് ചെയ്തു. അതിൻ്റെ റിലേറ്റഡ് ഫാക്ട്സ് നോക്കിക്കഴിഞ്ഞു. മാത്സ് ആൻഡ് മെൻ്റൽ എബിലിറ്റി നമുക്ക് വേറൊരു വീഡിയോയിൽ ചെയ്യാം. അപ്പോൾ നമുക്ക് മറ്റൊരു ക്വസ്റ്റ്യൻ പേപ്പറുമായിട്ട് വേറൊരു വീഡിയോയിൽ കാണാം. അതിന് മുന്നേ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അതേപോലെ വീഡിയോസ് ഇഷ്ടമാകുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനൊന്നും മറക്കരുത്. എന്തെങ്കിലും അഭിപ്രായം ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. താങ്ക് യു ഫോർ വാച്ചിങ്.